السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഒരു റമളാൻ കൂടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റമളാൻ കഴിയുമ്പോൾ എന്താണ് ഇനി ബാക്കിയുണ്ടാകുക? ഈ റമളാനിന് ശേഷം എന്തൊരു നേട്ടമാണ് നമുക്ക് ജീവിതത്തിൽ ബാക്കിയുണ്ടാകുക എന്നുള്ളത് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം എത്രയോ പെരുന്നാൾ, എത്രയോ നോമ്പ് നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞു പോയി അല്ലെ. നമ്മൾ വളരെ ചെറുതായ ഒരു 3-4 വയസ്സായ കാലത്ത്, അല്ലെങ്കിൽ ആ മദ്രസിൽ 1-ാം ക്ലാസ്സിൽ ചേർത്തുനീന്റെ അതിന്റെ മുമ്പൊക്കെ നമ്മൾ നോമ്പ് നോറ്റിട്ടുണ്ട്. രാവിലെ ഉമ്മാക്ക് നീച്ചാൻ മടിയേക്കാരും, കാരണം സുബഹിസ്കരിച്ച് നോമ്പിനൊരു ഉറക്കുണ്ട്. അപ്പം നോമ്പ് നോറ്റ് മദ്രസക്ക് പോയിക്കുവാറും എന്നാ ചായ പിടിച്ചിട്ടുണ്ടല്ലോ, മദ്രസിട്ട് എന്നാ അമ്മ അറിയുന്ന നോമ്പ് പിടിച്ചോളാം അറിയാം. അങ്ങനെ നമ്മളെ നോമ്പ് ഒൽപ്പിച്ച്, പിന്നെ നമ്മളോട് ഒരു 100 വരെ നോമ്പ് ഒൽപ്പിച്ച്, 100 വരെ നോമ്പ് വെച്ചാൽ മതി അല്ലേ. അങ്ങനെ നമ്മളെ കുറെ 100 വരെ നോമ്പ് ഒൽപ്പിച്ച്, അങ്ങനെ നമ്മൾ എത്രയോ കാലങ്ങളായി നോമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുറച്ചും കൂടി ഈസിയാണ്. ഫർള് നോമ്പ് പറഞ്ഞാല് സുന്നത്തിനേക്കാൾ എളുപ്പമാണ് എടുക്കാം. സുന്നത്താണ് ഇങ്ങോട്ട് എടുത്ത ആയി കിട്ടാതൊക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ ഇത്രയും കാലം നോമ്പ് വെച്ച് എത്രയോ പെരുന്നാൾ നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞു പോയി, നോമ്പൊക്കെ കഴിഞ്ഞിട്ട്. ഈ റമളാനുകളൊക്കെ എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത് അല്ലേ. ഓരോ റമളാൻ കഴിയുമ്പോഴും നമ്മൾ അലമാറയിൽ പുതിയൊരു 2 മാക്സി ഉണ്ടാവും എന്നല്ലാണ്ട്, അല്ലെ പുതിയ ഒരു കരള്ള തുണി, പുതിയൊരു പാന്റും കുപ്പായൊക്കെ നമുക്ക് കിട്ടുന്നല്ലാണ്ട് ഈ റമളാൻ കൊണ്ട് എന്ത് മാറ്റമാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്. അല്ല, ആദ്യം തന്നെ തരാം, റമളാൻ കഴിഞ്ഞ് പെരുന്നാളിന്റെ അന്ന് സുബൈന്റെ സൊഫില് പള്ളിക്ക് പോയി നോക്കിയാൽ മതി, എത്ര ആളുണ്ട്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ആളുകൾ സുബൈ നിസ്കരിക്കുന്ന ദിവസമാണ് ചെറിയനാളിന്റെ അന്ന് സുബൈക്ക്. നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കണം, എന്താണ് നമ്മൾ നോമ്പുകൊണ്ട് നേടിയത് എന്നുള്ളത്. കുറെ പാന്റും കുപ്പായെടുക്കലും കുറെ സമൂസ ഉണ്ടാക്കലും ആണോ സഹോദരന്മാരെ നോമ്പ് പറഞ്ഞാല്? എന്തിനാണ് പഠിച്ചോ നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാല്? നേരം വെളുത്ത് വൈകുന്നേരമാവോളം പട്ടിണി ആക്കാറിന് അത്ര വലിയ ഇടങ്ങേറുള്ള കാര്യമൊന്നല്ല. നമ്മൾ ചെറുപ്പത്തിലെ ശീലിച്ചുകൊണ്ട് നമുക്ക് ഒരു മെനക്കെടുമില്ല നേരം വെളുത്ത് വൈകുന്നേരമാവോളം പട്ടിണി അടക്കാൻ. കാരണം മഗ്‌രിബ് തുറന്നാ പിന്നെ എന്താണ്, നമ്മളെ ഇത് പറയില്ലേ, എന്താണ്, റെയിൽവേ ക്രോസ് ഇല്ലേ, അതാണ് തുറന്ന മാരിയ. പിന്നെ ഒന്നായിട്ടല്ലേ അല്ലേ, നാരങ്ങള്ളം, ജ്യൂസ്, സമൂസ, പിന്നെ പറ്റുമെങ്കിൽ കുറച്ച് പത്തിരി അപ്പം തിന്നാൻ പറ്റുമെങ്കിൽ അപ്പം തിന്നും. പിന്നെ നോമ്പറന്ന് തറാവി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെ, പിന്നെ തരിക്കഞ്ഞി അലപ്പി ചീരാകഞ്ഞി കുടിച്ചിട്ട് 10 മണിക്കാണ് കടക്കണം. എന്നിട്ട് പിന്നെ നീച്ചുകാണ്ട് പിന്നെ തന്നെ ചോറും മീനും. അതായത് പകല് തിന്നിന്റെ ഇരട്ടിയാണ് രാത്രി തിന്നത്. നിങ്ങളെല്ലാരും ബഡ്ജറ്റ് കൊടുത്തു നോക്കി, നോമ്പിനാണ് ചെലവ് കൂടുതൽ എന്നാ പറയാം. നോമ്പിനാണ് ചെലവ് കൂടുതൽ, വെളിച്ചെണ്ണയും എല്ലാം നമുക്ക് ചെലവ് കൂടുതൽ എന്നാ നോക്കിയാൽ നോമ്പിനേക്കാരം. അങ്ങനെയാണോ സഹോദരങ്ങൾ? അതാണോ നോമ്പിന്റെ ലക്ഷ്യം? അല്ല, നോമ്പിന്റെ ലക്ഷ്യം തഖ്വയാണ്. ആ തഖ്വ എന്താണ്? വിശുദ്ധ ഖുർആനിന്റെ ഒരു ശൈലിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സൃഷ്ടി പ്രപഞ്ചത്തിലെ കുറെ പ്രതിഭാസങ്ങളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറയാൻ വിശുദ്ധ ഖുർആനിൽ കുറെ സ്ഥലത്ത് കാണാൻ പറ്റും അല്ലെ. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. പിന്നെ വൽ ഫജ്ർ അല്ലെ, വൽ ലൈൽ, അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ ഒരു കാര്യത്തെ കുറിച്ച് പഠിച്ചോ സത്യം ചെയ്ത് പറയുമ്പം അവിടെ എന്തുണ്ടാവും? അവിടെ ആ സത്യം ചെയ്ത് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും, പിന്നെ ആ സത്യം ചെയ്യുന്ന കാര്യം ഉണ്ടാവും. അപ്പോ വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം എന്ന് പറയുമ്പം എന്തിനാണ് പഠിച്ചോ കാലത്തെ സത്യം ചെയ്ത് പറയണത്? നമ്മളെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ ശ്രദ്ധ? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യന്മാരൊക്കെ നഷ്ടത്തിലാണ് എന്ന് പറയാൻ, ആ പറയാൻ പോണ വിഷയത്തിന്റെ ഗൗരവം നമ്മളെ ഓർമ്മപ്പെടുത്താനാണ് പടച്ചോൻ എന്ത് പറയണത്? ഒരു കാര്യത്തെ സത്യം ചെയ്ത് പറയണത്.
വിശുദ്ധ ഖുർആനില് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സത്യങ്ങൾ പറഞ്ഞ സൂറത്ത് ഏതാ നോക്കിയാല് ഏതാണ്? ഇതൊക്കെ പറയാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ കാര്യത്തെ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞത് ഒരൊറ്റ സൂറത്തില് വശംസി വദുഹാഹ വൽ ഖമരി ഇദാ തലാ. അതൊക്കെ സത്യമാണ്. സൂര്യൻ, അതിന്റെ പ്രഭ, അത് തന്നെയാണ് സത്യം. വൽ ഖമരി ഇദാ തലാ, ചന്ദ്രൻ. വന്നഹാർ, പകല്. വല്ലൈലി, രാത്രി. വസ്സമായി, ആകാശം. വൽ അർളി, ഭൂമി. വനഫ്സിൻ വമാ സവ്വാഹ, മനുഷ്യന്റെ നഫ്സ് തന്നെയാണ്. അതിനെ ആ അസ്തിത്വത്തെ സംവിധാനിച്ച രീതി അല്ലേ? ഇതിന് പഠിച്ച ആ നഫ്സിന് എന്തുണ്ട്? ആ നഫ്സിന് ഫാജിറാകാനുള്ള ഒരു ഗൈഡൻസ് ഉണ്ട് അല്ലെ? അതിന് ദുഷ്ടത്തരുണ്ട്. അതേപോലെ തന്നെ അതിനെന്തുണ്ട്? അതിന് തഖ്വയുണ്ട്. അത് സൂക്ഷ്മത. ഏതൊരു കാര്യത്തിലും രണ്ട് നിലപാടാണ് നമുക്കുള്ളത് അല്ലെ? നമ്മൾ എന്ത് ആക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒന്ന്, നമ്മൾ തോന്നിയ പോലെ ചെയ്യും. രണ്ടാമത്തത് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യാം. അതിന്റെ വരും വരായ്മകൾ ആലോചിച്ച് ചെയ്യാം. മറ്റു തോന്നിയ മാതിരി ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് സ്വർഗം ഉണ്ടാക്കിയിട്ട് പടച്ചോൻ ജിബ്രീലിനോട് പറയാണ്, ജിബ്രീലെ ഒന്ന് പോയി നോക്കൂ, ആ സ്വർഗം ഒന്ന് കണ്ടിട്ട് വാന്നറില്ലേ? ഇപ്പൊ നമ്മൾ നല്ല കൗതുകമുള്ള ഒരു സാധനം ഉണ്ടാക്കിയാൽ നമ്മൾ സർപ്രൈസ് ആയിട്ട് പറയല്ലോ, എന്ത് പോയി നോക്കുന്നൊരു വിവരം പറയാം എങ്ങനെ ഉണ്ട്. ഇപ്പൊ ജിബ്രീലിനോട് പറയാം, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം അല്ലെ? ജിബ്രീലിനോട് പടച്ചോൻ പറഞ്ഞു, എന്ത് സ്വർഗം ഉണ്ടാക്കി ഒന്ന് പോയി കണ്ടിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ജിബ്രീല് ആ സ്വർഗത്തിന്റെ ആസ്വാദനങ്ങളും അതിന്റെ ലക്ഷറി ഒക്കെ കൂടി കണ്ടുവന്നിട്ട് ജിബ്രീല് നബിനോട് പറയണത്, പടച്ചോനെ, ഇതെങ്ങാനും എന്റെ അടിമ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെങ്കിലും തലയും കുത്തി തരല്ല, നമ്മള് തലയും കുത്തിയിട്ടാണെങ്കിലും അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരാനുള്ള പണി കൊടുക്കും. അങ്ങനെ അള്ളാഹു രണ്ടാമത് എന്ത് ചെയ്തങ്ങള് ദേഹേച്ഛകൾ ആ സ്വർഗത്താണ് മൂടിയെന്ന മനുഷ്യന്റെ ദേഹേച്ഛകൾ കൊണ്ട്. കാരണം നമുക്കിങ്ങനെ പലതും തോന്നും മനുഷ്യന് അല്ലെ? അധികം നമുക്ക് മാണ്ടാത്തതാ തോന്നുക. കാരണം മാണ്ടാത്തതാണല്ലോ കാണണോ കേൾക്കണോ ഒക്കെ. അപ്പൊ ദേഹേച്ഛകൾ കൊണ്ട് കൂടി. എന്നിട്ട് ജിബ്രീലിനോട് ഒന്നും കൂടി ചെന്ന് പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ജിബ്രീല് പോയി നോക്കി വന്നിട്ട് പറഞ്ഞു, ഒരാള് പോലും ഇതിനുള്ളിൽ കയറി കിട്ടാൻ പാടേ. കാരണം അത്രയും മനുഷ്യൻ അതിൽ നിന്ന് തെറ്റിക്കുന്ന ദേഹേച്ഛകൾ നമ്മളെ വലയം ചെയ്തുകൊണ്ടിരിക്കണം. അവിടെയാണ് നമ്മുടെ നഫ്സിനെ നമ്മൾ തഖ്വയുള്ളതാക്കണോ ഫാജിറാക്കണോ എന്ന് കൃത്യമായിട്ട് പഠിച്ചോൻ പറയും. ഇത്രയും കാര്യങ്ങളെ കുറിച്ച് വേറൊരു സ്ഥലത്തും അള്ളാഹു സത്യം ചെയ്ത് ഒന്നിച്ച് പറഞ്ഞിട്ടില്ല. എന്നിട്ട് നമ്മളെ ശ്രദ്ധ ക്ഷണിക്കുന്ന പോയിന്റ് എന്താ? ആരാണ് ആ നഫ്സിനെ പരിശുദ്ധപ്പെടുത്തിയത്? അവൻ വിജയിച്ചു. അപ്പൊ ആ നഫ്സിനെ പരിശുദ്ധപ്പെടുത്തിയവന്, അതിനെ നന്നാക്കിയവൻ, അതിന് തസ്കിയത്ത് കൈക്കൊണ്ടവൻ. എന്താ തസ്കിയത്ത് പറഞ്ഞാല്? സക്കായസ്കി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വളരുക എന്ന് പറയും. ഒരു സാധനത്തിനെ കേടൊക്കെ ഒഴിവാക്കി ശുദ്ധീകരിക്കണേന്ന് പറയും. അതേപോലെ തന്നെ അതിന്റെ വളർച്ചക്കും പറയും. ഇത് രണ്ടും കറക്റ്റാണ്. കേടൊക്കെ ഒഴിവാക്കി അതിനെ നന്നാക്കി പരിപോഷിപ്പിക്കുക. അതാർക്കാണ് സാധിക്കുന്നത്? അവനാണ് സഹോദരങ്ങളെ വിജയിച്ച ആള്. നമ്മളെന്താ പറയുക? നമ്മൾ വിജയം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതൊക്കെ. അപ്പൊ നിങ്ങൾ ഒരാളോട് വെറുതെ ചോദിച്ചു നോക്കണ്ടേ, എന്തൊക്കെയാ ഇപ്പൊ വർത്താനം ചോദിച്ചാൽ അയാൾ എന്താ പറയാ? നിങ്ങള് അതന്നെയാണ് നമ്മളെ കാഴ്ചപ്പാട്. എന്താപ്പോ സുഖം തന്നെയാണ് അല്ലേ? മൂത്ത മകന് ജോലിയായി, രണ്ടാമത്തോനിപ്പോ എഞ്ചിനീയറിംഗിന് ചേർത്തുകണ്, ചെന്നൈയിലാണ് IIT കിട്ടിക്കണ്, മറ്റോള് ജിപ്മറിൽ പഠിക്കുകയാണ്, നാലാമത്തോള് പാലയിലാണ്. എന്താ പാലയിൽ പറഞ്ഞാൽ നിങ്ങള് ഇനി അടുത്തൊല്ലോക്ക് MBBS കിട്ടുന്ന അതിന്റെ അർത്ഥം. ഇക്കൊല്ലം പാലയിലാണ് പറഞ്ഞാൽ. ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങള് എന്റെ മക്കളൊക്കെ അൽഹംദുലില്ലാഹ് നല്ല റാഹത്താണ്, നല്ല ഈമാൻ, നല്ല അവസ്ഥയാണ്, മക്കളൊക്കെ ആദ്യത്തെ സ്വത്ത് തന്നെ ഉണ്ടാവും, ജോലിയൊന്നും ശരിയായിട്ടില്ല, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങള്? നമ്മൾ കേട്ടതും പഠിച്ചതും മനസ്സിലാക്കിയതൊക്കെ അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു വൈബാണ്. അപ്പൊ അതിന് മാറണം. ആരാണ് വിജയിച്ചത്? സഹോദരങ്ങളെ, എന്താണ് വിജയം എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ നോമ്പ് കൊണ്ട് പടച്ചോൻ ഉദ്ദേശിക്കുന്നത്? അല്ലെ? നമ്മൾ വിജയം എന്ന് പറയുമ്പോൾ നമുക്ക് ദുന്യാവിന്റെ വർധനവാണ്. അതിലെ സമ്പത്തും സ്വത്തുക്കളും സന്താനങ്ങളിലുള്ള വർധനവും പരസ്പരം പെരുമ നടിക്കലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളൊരു വിജയമായി കാണുന്നത്. ഒരു ജോലി ഇല്ല എന്ന് പറഞ്ഞാല്
അത് വലിയ വലിയ പരാജയമായിട്ടാണ്. ഇത്രയും പഠിച്ചിട്ട് ഒരു ജോലി ഇപ്പോഴും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞാല് നീ ജീവിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളടത്താണ് ആൾക്കാർ നിൽക്കുന്നത്. ഒരു ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞാല്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇന്നലെ ഒരു പെൺകുട്ടി ചോദിച്ചാണ്, ഇപ്പൊ എന്താ പെൺകുട്ടികളാണല്ലോ ഏറ്റവും കൂടുതൽ MDMA ഒക്കെ ഉപയോഗിക്കുന്നത്, അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കുറെ ആലോചിക്കേണ്ടി വന്നില്ല. കാരണം പണ്ട് പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ആണുങ്ങളോട് ചോദിച്ച് ഇടങ്ങേറായി ഒരു മാക്സി എടുത്തേരി എന്ന് പറഞ്ഞ് ഒരു 100 വട്ടം പറയുമ്പോൾ ഒരു മാക്സി ഇട്ടുള്ളൂ. ഇല്ല, ഇന്നിപ്പോ എന്നാ നോക്ക് സ്വന്തമായിട്ട് ജോലിയുണ്ട്, നോക്ക് സ്വന്തമായിട്ട് ഫോണുണ്ട്, പിന്നെന്താ MDMA അടിച്ചിട്ട് ആരെങ്കിലും വാങ്ങി കൊടുത്തിട്ട് വേണ്ടല്ലോ. ഇത് ഓർഡർ ചെയ്താൽ വരും, ഗൂഗിൾ പേ ചെയ്താൽ സാധനം കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികളെ MDMA ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞെന്തരോ, ഇത് ജീവിതത്തിന്റെ ഒരു വിജയമായിട്ട് ഇതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പം നമ്മൾ മറന്നു പോകുന്ന ഒരു വശമുണ്ട്. നമ്മുടെ ശരീരത്തെ നമ്മൾ പട്ടിണിക്കിട്ടത് എന്തിനാണ് അല്ലെ? അടിസ്ഥാനപരമായ മനുഷ്യന്റെ ആവശ്യങ്ങളാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാന വികാരമാണ്. ഭാര്യാഭർത്തൃ ബന്ധം അത് മനുഷ്യന്റെ അടിസ്ഥാന വികാരമാണ്. അതെല്ലാം നമ്മൾ കുറച്ചു സമയം മാറ്റിവെച്ചു. എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട്. ആരും ബോധ്യപ്പെടുത്താനല്ലേ. നമുക്ക് പാവത്തിലെ വെള്ളം കുടിച്ചാൽ, ആരും കാണാതെ വെള്ളം കുടിച്ചാൽ എത്രയോ അവസരങ്ങൾ നോമ്പിനുണ്ട്. പക്ഷെ നമ്മളതൊന്നും ചെയ്യണില്ല. കാരണം എന്താ? നോമ്പ് എന്നുള്ളത് നമ്മൾ പടച്ചോൻ ഉദ്ദേശിച്ച് അള്ളാന്റെ വജ്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ഇബാദത്ത് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് പല സ്ഥലത്തും നോമ്പ് കുറിച്ചുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ ഉപയോഗപ്പെടുത്താതെ നമ്മൾ നോമ്പ് നോറ്റത് എന്തിനാണ്? അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചില്ല. പടച്ചോൻ പറഞ്ഞിട്ട് തന്നെയാണ് അല്ലെ? ആ നോമ്പ് നമ്മൾ പൂർത്തിയാക്കി, നമ്മളെ വികാരങ്ങൾ മാറ്റിവെച്ചു. ഒരു പ്രത്യേക സമയം നമ്മൾ അതൊക്കെ മാറ്റിവെച്ചു, ഒരു 30 ദിവസക്കാലം. എന്നിട്ട് നമ്മള് സഹോദരങ്ങളെ, അതിനേക്കാൾ പ്രയാസമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ട്രെയിനിങ്. അള്ളാഹു ഒരു എളുപ്പത്തെ ഉദ്ദേശിക്കുന്നുണ്ട്. നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ പടച്ചോൻ ഖുർആനിൽ പറഞ്ഞ വാക്കാണത്. നോമ്പുമായി ബന്ധപ്പെട്ട് 4 ആയത്തെ ഖുർആനിലുള്ളൂ. ഞാൻ പറഞ്ഞ ചെറുപ്പത്തിൽ നമ്മളെ നോമ്പ് നോറ്റിക്കാലം അത്രയും കൊല്ലം നമ്മൾ നോൽക്കണ ഈ നോമ്പിന് വിശുദ്ധ ഖുർആൻ 4 ആയത്തെ പറഞ്ഞിട്ടുള്ളൂ. 4 ആയത്ത്. അതിന്റെ ഓരോ വാക്കും മുത്തുമണികളാണ് അല്ലെ? യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര. അള്ളാഹു ആ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എളുപ്പത്തെയാണ്. സഹോദരങ്ങളെ, ആലോചിച്ചാൽ എന്തെളുപ്പല്ലത് അല്ലെ? ആ നോമ്പ് നിർബന്ധമാക്കിയ സഹാബത്തിനോട് അവര് പട്ടിണിയായിരുന്നു, കൊടും ചൂടായിരുന്നു അല്ലെ? അവരൊക്കെ നോമ്പ് നിർബന്ധമാക്കി. അവരോട് ബദറിന് പോകാൻ വേണ്ടി പറഞ്ഞു, യുദ്ധത്തിന് പോകാൻ പറഞ്ഞു. എന്നിട്ട് പടച്ചോൻ പറയാണ് ഈ നോമ്പ് എളുപ്പമാണെന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എളുപ്പമല്ല, അവിടെ ഒരു എളുപ്പമുണ്ട്. ആ എളുപ്പം എന്താണ് അല്ലെ? പ്രയാസത്തോടൊപ്പം ഒരെളുപ്പമുണ്ട്, ഞെരുക്കത്തോടൊപ്പം ഒരു എളുപ്പമുണ്ട്. അതെന്താണ്? ഇങ്ങനെ അടിസ്ഥാനപരമായ വികാരങ്ങളെ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെച്ചെങ്കിൽ അല്ലെ, ഇത് അത്യാവശ്യമുള്ള കാര്യമാണ്. പിന്നെ അനാവശ്യമായ കാര്യങ്ങൾ മാറ്റിവെക്കാൻ എന്ത് പ്രയാസമുള്ളത്? നമ്മളെന്താ പറയുക? നമ്മൾ അങ്ങനെ കാണില്ല എന്നുള്ളതാണ് അല്ലെ? നേരം വെച്ച് വൈകുന്നേരാഗോളം അന്നപാനീയങ്ങൾ വെടിഞ്ഞ് വികാരങ്ങളെ നിയന്ത്രിച്ച് അല്ലെ, ദേഷ്യം വന്നാലും മുണ്ടൂലെ നമ്മള്. നോമ്പ് ബാത്തിലായി പോകുമെന്ന് പേടിച്ചിട്ട്, നോമ്പിന്റെ ചൈതന്യം നഷ്ടപ്പെടുമെന്ന് കേട്ടിട്ട് നമ്മൾ ഏറൊടുപ്പിച്ചാലും നമ്മൾ എന്ത് ചെയ്യൂല? നമ്മളവിടുന്ന് മുണ്ടാതൻ പോരുക ചെയ്യാം, ബാക്കി പറയാൻ നിൽക്കൂല. കാരണം പറഞ്ഞ അധികവും മുണ്ടാതൻ പോര്. എന്തിനു വേണ്ടി? ഈ നോമ്പ് നിലനിർത്താൻ വേണ്ടിട്ട്. ഈ നോമ്പിന്റെ ലക്ഷ്യമാണത്. അനാവശ്യ സംസാരങ്ങളിൽ മാറി നിന്നു, അനാവശ്യ കാഴ്ചകൾ നമ്മൾ അനാവശ്യമായി സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്തിട്ടില്ല? ഈ നോമ്പിന് സമയം ചെലവഴിച്ചിട്ടില്ല. യൂട്യൂബ് വീഡിയോകൾ അനാവശ്യമായി കണ്ടിട്ടില്ല അല്ലെ? നമ്മൾ വെറുതെ സൊറ പറഞ്ഞിരുന്നിട്ടില്ല. ഓരോ സെക്കൻഡും നമ്മൾ ഉപയോഗപ്പെടുത്തി. എന്തിനു വേണ്ടി സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ തഖ്വ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ? നമ്മളെ ആത്മാവിനെ നമ്മൾ പരിശുദ്ധരാക്കാൻ വേണ്ടിയിട്ടാണ്, ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് തുടർന്ന് നമുക്ക് സാധിക്കണമെങ്കിൽ ആ ഒരു മാനസിക നിലവാരത്തിൽ നമുക്ക് ബാക്കി ജീവിതത്തെയും ബാക്കി സമയങ്ങളെയും നമുക്ക് സമീപിക്കാൻ സാധിക്കണം. അന്ന് പറ്റാത്ത എന്താ വെച്ചാല്, നമ്മളിത് കഴിഞ്ഞാല് നേരെ എന്ത് ചെയ്യാണ്? ആ സുബൈ അല്ലെ, പെരുന്നാളിന്റെ അന്നത്തെ സുബയോടുകൂടി നമ്മളെ കാര്യം പോയി. അന്ന് തന്നെ സുബൈക്ക് നീക്കൂല, അന്ന് തഹജ്ജുദും ഉണ്ടാവില്ല, അന്നൊന്നും ഉണ്ടാവില്ല. അന്ന് തറാവിയില്ല, വിത്റുമില്ല, തഹജ്ജുദും ഇല്ല, ഒന്നുമില്ല. സുബൈന്റെ മുമ്പുള്ള സുന്നത്തും ഇല്ല. ചില ആൾക്കാർക്ക് സുബൈ ജമാഅത്ത് വരെ ഉണ്ടാവില്ല.
അപ്പൊ അതാണോ തെക്കുവ എന്ന് പറഞ്ഞാല്? ആ നോമ്പിന് നിലനിർത്തേണ്ട തെക്കുവ എന്ന് പറഞ്ഞ സഹോദരങ്ങളെ അല്ലെ. ഇപ്പൊ ചില ആൾക്കാര് നോമ്പിന് നമ്മള് ഇത്തികാഫിരിക്കണം, അല്ലെങ്കിൽ നോമ്പിന് ഉംറക്ക് പോവാണ്, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നക, അപ്പൊ പള്ളിക്ക് പോയിട്ട് എന്താ അങ്ങനെ രാത്രി ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്യും? അങ്ങനെ നമ്മള് ദിക്റുകളും ഖുർആൻ പാരായണം അല്ലെ, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാണ്. അപ്പോ ഒരു സുഹൃത്ത് ചോദിച്ചാണ്, അതിന് അത്രയൊന്നും തെറ്റൊന്നും ഇപ്പൊ ഞാൻ ചെയ്യണില്ലല്ലോ. ഇങ്ങനെ കൊല്ലം കൊല്ലം പോയി ഇത്തികാഫിരിക്കാൻ മാത്രമുള്ള തെറ്റൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യണില്ല. അങ്ങനെ ചെയ്യണവര് പോയിക്കോട്ടെ അല്ലെ. കൊല്ലം കൊല്ലം ആൾക്കാർ അവസാനത്തെ പത്തിൽ ഉംറക്ക് മണ്ടണ് പൈസക്കാരൊക്കെ, അത്രയും തെറ്റ് ചെയ്യുന്നുണ്ടാവും. അല്ല അപ്പൊ അങ്ങനെ എടുക്കുന്ന റിസ്ക് എടുത്ത് പോവോ കൊല്ലം കൊല്ലം? നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യില്ല, അതുകൊണ്ട് നമ്മക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ പൊറുക്കലിനെ തേടുക, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയുന്നത് കുറെ തെറ്റ് ചെയ്തോലാണോ സഹോദരങ്ങളെ? കുറച്ച് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരം വെളുക്കോളം നിസ്കരിച്ചു എന്നാണ് അല്ലെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തെ പറ്റി പറയുന്ന ഹദീസ് കാണാൻ പറ്റും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിരിപ്പിലാണ് നബി നിസ്കരിച്ചത്. അപ്പൊ ആയിഷ ബീവിന്റെ കാലിങ്ങനെ ഇടക്കിടക്ക് നബിന്റെ മുന്നിക്ക് വരുന്നതാണ് നിസ്കാരത്തില്. ഉറങ്ങണോലെടുത്ത് നിസ്കരിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഓലിങ്ങനെ ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകും, കയ്യും കാലൊക്കെ ഇളകും, കാലൊക്കെ അങ്ങോട്ട് നമ്മൾ സുജൂദിനടുത്തേക്ക് വരും അല്ലെ. നിങ്ങള് കുട്ടികള് ഒപ്പം കടത്തി നിസ്കരിച്ചു നോക്കിയാൽ മതി, കുട്ടികൾ ഉറങ്ങി അങ്ങോട്ട് വരും, നമ്മളിങ്ങോട്ട് എടുത്തേക്കും, പിന്നെ ഇങ്ങോട്ട് വരും. അങ്ങനെ ആയിഷ ബീവിന്റെ കാൽ നബി എടുത്തുവെച്ചിക്കണ് അല്ലെ. അതുകൊണ്ടാണ് ഭാര്യനെ തൊട്ട ഒന്നും മുറിയില്ല എന്ന് പറയുന്നത്. ഭാര്യനെ തൊട്ട ഒന്നും മുറിയില്ല എന്താ? ആ ഉറക്കത്തില് നിസ്കരിച്ചു കൊണ്ടിരിക്കണ നബി ആയിഷ ബീവിന്റെ കാല് പിടിച്ച് ആ നിസ്കാരത്തിന്റെ സുജൂദിന്റെ സ്ഥലത്ത് നിന്ന് മാറ്റി വെച്ചിക്കണ്. എന്നിട്ട് വിത്റാണോ 8 റക്അത്തും കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനെ നിസ്കരിക്കാൻ വിളിക്കണത് അല്ലെ. ആയിഷ ബീവി നോക്കുമ്പോ എന്താ, നബിന്റെ കാലൊക്കെ നീര് വന്ന് മുട്ടി നിൽക്കാണ് അല്ലെ. നീര് എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ, നമ്മളെ OP-ലൊക്കെ ഈ വയസ്സായ ആൾക്കാർ വരും. വയസ്സായ ആൾക്കാർ വന്നാൽ ഈ വയസ്സായ ആൾക്കാരെ ഏറ്റവും വലിയ പ്രശ്നം കാര്യങ്ങള്, ഇവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. നേരം വെളുത്താൽ ഇങ്ങനെ സുബഹി നിസ്കരിച്ച് കാല് കിട്ടി ഇങ്ങനെ കുത്തിരിക്കും. എന്നിട്ട് ദിക്റൊക്കെ ചെല്ലുമ്പോ അയിമക്ക് ഇങ്ങനെ നോക്കും, എന്താ ഒരു നീരൊക്കെ, ഹൈ ഇതിപ്പോ ഇന്നലല്ലേ ഇന്നല്ലോ, എന്നാ ഡോക്ടറെ കാട്ടാ. എന്നിട്ട് നമ്മളെ കാട്ടാൻ വരും, ഡോക്ടറെ നീര് എന്തെങ്കിലും അല്ലെ. ഓലെ കാൽമ നീര് എന്നാല് ഓലെ മനസ്സിൽ നീരെട്ടിയ മാതിരിയാ. പിന്നെ ആ നീര് പോയാലേ ശരിയാവുള്ളൂ. നമ്മളിഞ്ഞ് കിഡ്നിന്റെ ടെസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് എത്തൂല്ല പറഞ്ഞാല് പിന്നെ ചോദിച്ചു എന്താ ഈ നീര്, എന്താ കുറെ നേരം നിന്നാ നീര് വരൂലേ? ഇത് പഴയ ഉസാറില്ല, പഴയ എഞ്ചിനാണ്, പഴയ കിർലോസ്കറാണ് അറിയും. കാരണം നിങ്ങൾ ആലോചിച്ച് നീര് നമ്മൾ കുറെ നിൽക്കുമ്പോ മേലക്ക് പോവും സാധാരണഗതിയില്, അത് ഹാർട്ടൊക്കെ തന്നെ തിരിച്ചു പോവും. പക്ഷെ കുറെ വയസ്സാവുമ്പോ മിഷീൻ പഴയതല്ലേ, അപ്പൊ അങ്ങോട്ട് പഴയ മാരിയൊന്നും അങ്ങോട്ട് പോകൂല, അപ്പൊ കുറച്ചൊക്കെ അവിടെ കിടക്കും. അള്ളാന്റെ റസൂലിന്റെ കാൽമക്ക് നോക്കിയിട്ട് ആയിഷ റളിയല്ലാഹു സങ്കടപ്പെടാണ്. നേരം വെളുക്കോളം നിന്ന് നിസ്കരിച്ച ഞങ്ങള് ബക്കറിയും ആലു ഇമ്രാനും നിസാവൊക്കെയാണ് ഓതുന്നത്. നമ്മളെ മാതിരി കുല്ലല്ലാഹു ഓതി കളിച്ചല്ല. എന്നിട്ട് ഞാൻ നീര് കണ്ടിട്ട് എന്തിനാണ് നബിയെ ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ടതാണ് അല്ലെ. മുന്നു കഴിഞ്ഞതും ഇത് ചെയ്യാതിരിക്കുന്നൊക്കെ പാപങ്ങൾ പൊറുക്കപ്പെട്ട് താങ്കൾ എന്തിനാണ് ഇങ്ങനെ നിസ്കരിച്ചിരുന്നത്, ഇത്രത്തോളം നിസ്കരിച്ചത് എന്തിനാണ്? അഫലാ അബ്ദൻ ശക്കൂറാന്നാ ചോദിച്ചത്. ഞാൻ നന്ദിയുള്ള ഒരു അടിമ ആകേണ്ട ആയിഷാന്ന് ഞമ്മക്ക് തോന്നിയുള്ള സഹോദരൻ. നമ്മൾ നിസ്കരിച്ചത് എന്തിനാ അല്ലെ? നമ്മൾ നിസ്കരിച്ചത് എന്തിനാണ്? അള്ളാന്റെ റസൂല് ചോദിച്ചൊരു ചോദ്യം മറുപടിയാണ് അതുണ്ട്, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേന്ന്. അപ്പൊ സഹോദരങ്ങളെ, നന്ദി എത്രത്തോളം അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തിരുന്നു അല്ലെ. ഓരോ അവയവങ്ങള്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനെ കണ്ടപ്പോഴേ, ഇപ്പൊ കുറച്ചു ദിവസം കാണാനില്ലായിരുന്നു, അപ്പൊ മൂപ്പര് അളിയന്റെ ലിവർ മാറ്റിയേക്കാൻ വേണ്ടി തമിഴ്നാട്ടിലേക്ക് പോയതെന്ന് പറഞ്ഞു. കുറച്ചു ദിവസം കാണാനില്ലായിരുന്നു. അപ്പൊ തമിഴ്നാട്ടിൽ പോയി മാറ്റി ചോദിച്ചു. അത് ഇവിടെ ഒന്നും കിട്ടാനില്ല സാധനം, ഇവിടെ ഒക്കെ എന്താ വെച്ചാൽ ബന്ധുക്കളുടെ കിട്ടുള്ളൂ, ഇവിടെ കുറെ പ്രശ്നങ്ങളുണ്ട്, ലീഗൽ ഫോർമാലിറ്റീസ് കൂടുതലാണ്, അപ്പൊ കിട്ടാൻ കുറച്ച് മെനക്കെട. അവിടെ ആകുമ്പോ ആയി എടുത്ത് ആയിരുന്നു കിട്ടും. അപ്പൊ നമ്മള് ഇറച്ചിപ്പീടി പോയി കണ്ടറിയില്ല, നമ്മള് ഇറച്ചി വാങ്ങും ഒരു ഔത്തർച്ചിന്റെ കണ്ടിട്ടറിയില്ല നമ്മള്. അതേമാതിരിയാണ് ലിവർ മാറ്റാറ. ഔത്തർച്ചിന്റെ ചെറിയൊരു പീസ് മതി മാറ്റാൻ, ഒന്നായിട്ട് മാറ്റണ്ട. 40-45 ലക്ഷം റുപ്യക്ക് മാറ്റി തരാ. നമ്മളെ ലിവറിന്റെ വിലയാണ് 45 ലക്ഷം റുപ്യ. ഹൃദയവും ശ്വാസകോശം കൂടി മാറ്റി വെച്ച ഒരാള് 30 കോടി റുപ്യ അമേരിക്കയിൽ പോയിട്ട്. അപ്പൊ എത്രയായി? 30 കോടി ശ്വാസകോശത്തിനും ഹൃദയത്തിനും, 45 ലക്ഷം ലിവറിന്. എന്നിട്ട് ആൾക്കാർ പറഞ്ഞ് ചെത്തൂല്ല പട ചെത്തു തന്നിട്ടില്ല എന്ന്. എന്തൊരു വർത്താനാണ് നോക്കിങ്ങള്. നന്ദി കെട്ട വർത്താനല്ല. ഇത്ര അനുഗ്രഹങ്ങൾ ചെയ്തിട്ട് ഓന്റെ ആ ശ്വാസകോശത്തിന് ഹൃദയത്തിന് 30 കോടി വില ഉണ്ട്, എന്നിട്ട് എത്തൂല്ല.
ചാക 5 സെന്റ് ഉണ്ട്. എന്താണ് മറ്റേ ആ കണക്കന്മാരെ ചുടലന്റെ ഭാഗത്ത് 5 സെന്റ് സ്ഥലമുണ്ട്. അതാ ചാക ഉള്ളതെന്ന് പറയും. ചില ആൾക്കാർ പറയുന്ന വാക്കാണ് ഇതൊക്കെ. നന്ദികേടാണ് സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് അഫലാ അബ്ദൻ ശക്കൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ. അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനോട് പറയണ്ടേ, നിങ്ങളൊരാളും നമ്മൾ ആലോചിക്കണ്ടല്ലോ. ഇപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കണ്ടോ, ഞാൻ തന്നെ ഇപ്പൊ നമ്മളെ നാട്ടിൽ തൗഹീദൊക്കെ ഉള്ള നാള് ഞാൻ തന്നെയാണ്. ഞാനിവിടെ എത്ര ആൾക്കാർ ഞാൻ തൗഹീദ് പറഞ്ഞിട്ട് മുസ്ലിം ഇവിടെ ശരിയായിട്ട് ഇസ്ലാമിന്റെ ആദർശം മനസ്സിലാക്കിയിട്ട് എല്ലാ ജമാഅത്തിലും ഞാൻ തന്നെ മുന്നിലുണ്ടാല് അല്ലെ. ഈ കഴിഞ്ഞ റമദാനിലൊക്കെ ഞാൻ നല്ല സ്വതക്ക കൊടുത്തുക്കണ്. അതുകൊണ്ട് ഈ മണ്ണാർക്കാട് താലൂക്കിന് സ്വർഗത്ത് പോകണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ എന്റെ പേരില്ലാതെ കൂലാന്ന് വിചാരിച്ചു. സഹോദരങ്ങളെ, നല്ലോ ഓർത്തോളി, നല്ലോ കേട്ടോളി. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓൽക്കുള്ളതാണിത്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സഹാബത്തിനോടാ പറയണേ, എന്നോടും നിങ്ങളോടും അല്ല പറയണേ, സഹാബത്തിനോട് പറയണേ, നിങ്ങളിൽ നിന്നൊരാളും നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പോകില്ല എന്നാണ്. ആരാണ്? ഒരു ജീവൻ കൊടുത്ത ആൾക്കാരാണ്. നാടും വീടും ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ ആദർശത്തിന് വേണ്ടി നാട് വിട്ടവരാണ് അവർ. അല്ലേ? അവരെ പറ്റിയാണ് അല്ലാഹു റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞത് അവരെ പറ്റിയാണ്. വസാബിഖൂന സാബിഖൂൻ എന്ന് പറഞ്ഞത് അവരെ പറ്റിയാണ്. മുൻകടന്നു പോയവരാണ് അവര്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാ അള്ളാന്റെ മാർഗത്തിന് ഒരു ആദർശത്തിന് വേണ്ടി നാടും വീടും സ്വത്തൊക്കെ ഉപേക്ഷിച്ച് എല്ലാം സീർന്നൊക്കെ ആലോചിക്കാൻ പറ്റും സഹോദരങ്ങളെ, ആലോചിക്കാൻ പറ്റും. നമുക്ക് എങ്ങനെ സീറോ ആയാലും ബാങ്കിലുണ്ടാവും. ATM കാർഡ് പിന്നെയും കുത്തിയെടുക്കാൻ പറ്റും. നിങ്ങളെ പേരൊക്കെ താണൽ പോയാലും ബാങ്കിലുള്ള അവിടെ ഉണ്ടാവും. അത് മണ്ണാർക്കാട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പാലക്കാട് പോയി കുത്തി വലിച്ചെടുക്കാൻ പറ്റും ATM കാർഡ്. ഇതൊക്കെ സീറോ, എല്ലാം ഉപേക്ഷിച്ചു പോവുകയാണ് അവര്. എന്തിനു വേണ്ടി? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി. സ്വന്തം പിതാവിനെ അവര് വധിക്കുക. നിങ്ങൾ ആലോചിക്ക്, ബാപ്പാനെ കൊല്ല. ഇതൊന്നും ഒരു അറബിക്കും ആലോചിക്കാൻ പറ്റാത്തതാണ്. അത്രയും മാതാപിതാക്കളോട് സ്നേഹവും വാത്സല്യവും ആ ഗർവും അഭിമാനം വെച്ച് പുലർത്തുന്നവരാണ് അറബികൾ. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞാണ്, ഓന്റെ സ്പോൺസർ ഉണ്ട് അർബാബ്, അല്ലെ? അറബിയാളെ അർബാബ്, സ്പോൺസർ അർബാബ് എന്നാ പറയാ നമ്മളെ നാട്ടുകാര്. അപ്പോ ഓന്റെ സ്പോൺസർ ഒരു ചെക്കൻ അറബി ഉണ്ട്, ചെറിയ ചെക്കനാ. അപ്പോ നല്ല മുത്തക്കിയാണ്, നല്ല ഉസാറാണ്, നല്ല ചെക്കനാണ് എന്ന് എന്നോട് പറഞ്ഞുതരാണ്. എന്റെ ഇപ്പത്തെ അറബി ചെക്കനോ ഭയങ്കര ഉസാറാണ്. നമ്മൾ എത്ര ഉസാറ് ഇപ്പൊ എന്താ കണ്ടോ ചെയ്യാം. നമ്മളങ്ങനെ ചോദിക്കുമല്ലോ, ഭയങ്കര ഒരാളെ വല്ലാതെ ഉസാറാക്കുമ്പോ നമുക്ക് അറിയണല്ലോ വയലിലൂടെയും ഫിറ്റാക്കാൻ പറ്റുമോ നോക്കണല്ലോ. അപ്പൊ എത്ര വലിയ ഉസാറ് പന്താന്റെ അർബാബിന് ചോദിച്ചാം. അപ്പോ പറഞ്ഞ മറുപടി എന്താ പറയുക, എന്നെ ഏസിന്റെ പണിക്ക് വേണ്ടി അവന്റെ പെരീക്ക് പറഞ്ഞയച്ചു ഒരു ദിവസം. അപ്പോ പോകുമ്പോ എന്നോട് പറയാണ്, ഞാൻ ചെല്ലുമ്പോ എന്റെ വാപ്പ ഉണ്ടാവും അവിടെ. എന്റെ വാപ്പ പെരും ചൊറിയനാണ്. എങ്ങനെ പണിയെടുക്കുന്നോടത്ത് വന്ന് അന്നെങ്ങനെ മാന്തി കൊണ്ടുക്കും. അങ്ങനല്ല ഈ സ്വിച്ച് ശരിയായിട്ടില്ല, അന്നെങ്ങനെ ഇടങ്ങാറാക്കും. ഒരിക്കലും എന്റെ വാപ്പാനെ പറ്റി എന്ത് ചെയ്യരുത്, മോശം വിചാരിച്ചരുത്. എന്റെ വാപ്പാനെ പറ്റി എന്റെ മനസ്സിൽ എന്ത് ചെയ്യരുത്, ഒരു ദേഷ്യം വരരുത്. ഇത് നാളെ പരലോകത്തേക്ക് വെക്കരുത്. എനക്ക് എപ്പോ ഈറൊടിച്ചുണ്ടോ അപ്പൊ ഇന്നോട് വിളിക്കുക. എന്നിട്ട് എനിക്ക് പറയാനുള്ള, എന്റെ വാപ്പാനെ പറയാനുള്ള ചീത്തൊക്കെ ഇന്നോട് പറഞ്ഞുകൊണ്ടിയാണ്. എന്താലേ അങ്ങനത്തെ മക്കളെ കിട്ടുമെങ്കിൽ നമ്മളൊക്കെ എന്താ പറയാ, ഒരു തണ്ടുണ്ടാവാ കൊലായ്മ ചൊറിഞ്ഞു മാന്തി ഇങ്ങനെ കുത്തിരിക്കുണ്ടാവും, ഒരു പണിയില്ലായെങ്കിൽ അത് മൈൻഡ് ചെയ്യണ്ടെന്നാ പറയാ. ഇതെന്താ പറഞ്ഞേ, എന്റെ വാപ്പുണ്ടാവും, അത് വയസ്സായിക്കണ, അയാൾ അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്കൊരു വിഷമം തോന്നിയാല് അപ്പൊ എന്നെ വിളിച്ച് ചീത്തറിഞ്ഞോണ്ടി. എന്റെ വാപ്പാനെ പറ്റി ഒരു മോശം വിചാരിച്ചില്ല. അത്രയാണ് അറബികൾക്ക് വാപ്പാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. വാപ്പാന്ന് പറഞ്ഞാൽ അങ്ങനെ. കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു അറബി ചികിത്സക്ക് വന്നു. അപ്പോ 17 മക്കളുണ്ട് അറബിക്ക്. അപ്പൊ 2 ആൺകുട്ടികളാണ് വാപ്പാനെ നോക്കാൻ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പോ ഇതില് ഒരുത്തുണ്ട്, ഓൻ ഗുളികെടുത്തുകൊടുത്താലേ വാപ്പ കുടിച്ചുള്ളൂ, ഓൻ വെള്ളം എടുത്തുകൊടുത്താലേ വാപ്പ കുടിച്ചുള്ളൂ, മറ്റോടുത്തുകൊടുത്താൽ കുടിച്ചില്ല. ഓനോട് അത്രയും സ്നേഹമാണ്. അപ്പൊ ഞാൻ ഇതിങ്ങനെ കാണും, നമുക്കൊരു ഹരാണല്ലോ ഇത് ബന്ധം ഇങ്ങനെ. അപ്പൊ മറ്റോനോട് ചോദിച്ചപ്പോ പറയണേ, ഇവന്റെ ഉമ്മാനെ വാപ്പ 2 മാസമായി ഇങ്ങനെ തലാക്കില്ലേ. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? അതായത് ഇവന്റെ ഉമ്മയും ബാപ്പയും ആകെ ജീവിച്ച് 2 മാസമാണ്. 2 മാസത്തെ ബന്ധത്തിലുണ്ടായ ചെക്കനാണത്. നമ്മളെ നാട്ടിലോ ബാപ്പാനെ കണ്ട കല്ലെടുത്തെറി. 2 മാസം കഴിഞ്ഞ് ഉമ്മാനെ തലാക്കില്ല, ബാപ്പാനെ കണ്ടാല് കല്ലെടുത്തെറി. എന്നിട്ട് ആ മകനും ബാപ്പയും തമ്മിലുള്ള ബന്ധം അത്. ഓൻ വെള്ളം കൊടുത്താലേ ബാപ്പ കുടിച്ചുള്ളൂ, ഓൻ ഗുളി കൊടുത്താലേ ബാപ്പ കുടിച്ചുള്ളൂ, ഓൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ബാപ്പ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഓൻ ഉറങ്ങൂല. അത്രയും സ്നേഹം. അങ്ങനെയാണ്. അതാണ് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാല് അറബികളുടെ സ്റ്റൈലി അങ്ങനെയാണ്. അങ്ങനത്തെ പിതാവിനെ കൊല്ലുക എന്ന് പറഞ്ഞ നിങ്ങൾ ആലോചിച്ച് നോക്കി.
ബദറിലൊക്കെ സ്വന്തം പിതാക്കളെ കൊന്നവർ, സ്വന്തം മക്കൾക്കെതിരെ വാളെടുത്തവർ. എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടി? ഈ ആദർശത്തിന് വേണ്ടിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്. അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത് എന്ന ആദർശത്തിന് വേണ്ടി അത്രയും ത്യാഗം ചെയ്തവരാണവർ. അത്രയും ത്യാഗം ചെയ്തവരാണവർ. അവരെ പറ്റിയാണ്, അവരോടാണ് പറയുന്നത്. നിങ്ങൾ ഒരാളുടെ കർമ്മം കൊണ്ട് നിങ്ങൾ സ്വർഗത്ത് പോകില്ലാന്ന്. നമ്മളോടല്ല. എപ്പോഴെങ്കിലും നിസ്കരിച്ച് നിർവഹിച്ച് നമ്മളോടല്ല പറഞ്ഞത്, അവരോടാണ് പഠിച്ചോ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് നിങ്ങൾ സ്വർഗത്ത് പോകില്ല നിങ്ങളെ കർമ്മങ്ങൾ കൊണ്ട്. ആ ചോദ്യം കേട്ടപ്പോ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അതാണ് സഹാബത്ത് പറഞ്ഞാല്, അല്ലേ? നിങ്ങളെ കർമ്മം കൊണ്ട് സ്വർഗത്ത് പോലും പറഞ്ഞപ്പോഴേ ആകെ സ്വർഗത്തിനും വേണ്ടിയാണ് ഈ പണി മുഴുവൻ എടുക്കുന്നത്. ആയത്തിറങ്ങുമ്പം ഓരങ്ങൾ കൊടുക്കാണ്. ആയത്തിറങ്ങില്ലേ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാകുകയില്ല എന്ന് പറയുമ്പോൾ വിശ്വാസികളാകൂല എന്ന് പറയുന്ന സന്ദർഭത്തിൽ അവര് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാന്റെ മാർഗത്തിൽ നമ്മളാണ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ വിശ്വാസില്ല. നിങ്ങൾ പുണ്യവാന്മാരാവില്ല. വിശ്വാസില്ല. നിങ്ങൾ പുണ്യവാന്മാർ, നിങ്ങൾക്ക് പുണ്യം നേടാനാവൂല. നിങ്ങൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാകൂല എന്ന് പറഞ്ഞപ്പം അവരേറ്റവും ഇഷ്ടപ്പെട്ടതാണ് കൊടുത്തേക്കാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖൈബറിൽ കിട്ടിയ ഗനീമത്തിന് വിശ്വാസം കൊണ്ട് ഞാൻ കൊടുത്തേക്കാണ്. നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. 5 സെന്റ് സ്ഥലം ഈ മണ്ണാർക്കാട് റോഡ് സൈഡിൽ നിങ്ങൾക്ക് 10 സെന്റ് സ്ഥലം ഉണ്ടെന്നാണ് നിങ്ങൾ കൊടുക്കോ? അല്ലെ? പള്ളിക്ക് ഒരാളോട് പോയിട്ട് സ്ഥലം ചോദിച്ചപ്പോ അയാൾ പറയണേ അയാളെ സ്ഥലമാണ് ശരിക്കും അത്. നമുക്കറിയാം പൈസക്ക് തന്നെയാണ്. കുറച്ച് തരുമെന്ന് ചോദിച്ചാൽ വേണ്ടിയിട്ട് ചെന്നപ്പോ അതങ്ങനെ വിൽക്കണില്ല. ഞാനും എന്റെ പെണ്ണുങ്ങൾ അമ്മോനും കൂടി വാങ്ങിയതാണ്. മൂപ്പര് ശൂന്യാണ്, മൂപ്പര് തരാൻ പറ്റൂല എന്ന് പറഞ്ഞത്. ഇനി അങ്ങനെ പറഞ്ഞാൽ മതി. വിൽക്കാൻ ഉദ്ദേശമില്ലാത്ത മുതലിനൊക്കെ ഞാനും പെണ്ണുങ്ങൾ അമ്മോനും കൂടി വാങ്ങിയതാണ്. പെണ്ണുങ്ങൾ അമ്മോന് താല്പര്യമില്ല പറഞ്ഞാൽ മതി. നമുക്കറിയാം മൂപ്പരതാണ്. നമുക്ക് പിന്നെ ആധാരം ചോദിച്ചാൽ മതി. ചിലപ്പോ ഇവിടെ ആയത്തിറങ്ങുമ്പോ നോക്കി, ആയത്തിറങ്ങുമ്പോ അബൂ തല്ലത്തുൽ അൻസാരി എന്താണ് അല്ലെ? അബൂ തല്ല എന്താ ചെയ്യുന്നത്? എന്താണ് ബൈറുഹാഗ് തോട്ടം. ആ ബൈറുഹാഗ് തോട്ടം ആ മദീന പള്ളിയോട്, അന്നത്തെ കാലത്ത് മദീന പള്ളിന്റെ ചേർന്ന് നിൽക്കുക. ഇന്ന് മദീന പള്ളിന്റെ ഉള്ളിലാണ് ആ തോട്ടം കിടക്കുന്നത്, ആ സ്ഥലം കിടക്കുന്നത്. ആ കിണറൊക്കെ അവിടെ എപ്പോഴും ഉണ്ട്, അടയാളം. ആ തോട്ടം അത്രയും നല്ല തോട്ടാണ്. അന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ലക്ഷക്കണക്കിന് സെന്റിന്റെ 50 ലക്ഷം കിട്ടുന്നറിയില്ലേ? അജാതി മുതലാണ് കൊണ്ടുപോയിട്ടാണ് കൊടുത്ത് പഠിച്ചത്. അള്ളാന്റെ റസൂലിന് എടുത്തോളി എന്നിട്ട് അവരോടാ പറഞ്ഞത്, നിങ്ങളെ കർമ്മം കൊണ്ട് നിങ്ങൾ സ്വർഗത്ത് പോല. തിരിച്ചു ചോദിച്ചു നബിനോട്, നിങ്ങൾ പോകുന്നു? നിങ്ങളെ കർമ്മം കൊണ്ട് പോകും. നേരം പൊളിക്കോളം നിസ്കരിച്ച നബിനോട് ചോദിക്കാണ്, നിങ്ങളെ കർമ്മം കൊണ്ട് പോയോ? ഇല്ല. നബി പറഞ്ഞാൽ തരോ? പോകൂല എന്നാണ്. അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് നമ്മളെ മൂടിയാലല്ലാതെ എന്നാണ്, മൂടിയാലല്ലാതെ. അതുകൊണ്ട് ഈ കാരുണ്യം വർഷിക്കുന്ന സമയമാണത്. ഈ മാസം എന്ന് പറഞ്ഞാല് അള്ളാന്റെ റഹ്മത്ത് വാരിക്കോരി കൊടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഓരോ സെക്കൻഡ് ഉണ്ടല്ലോ നഷ്ടപ്പെടാൻ പാടില്ല. മാക്സിമം പിടിച്ചണം. മാക്സിമം നമ്മള് പിടിച്ചെടുത്തിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ചായി മാറും. അപ്പൊ അതുകൊണ്ട് ഈ റമദാൻ കൊണ്ട് നമ്മൾ ഈ റമദാനിന് ശേഷം നമ്മൾ ഈ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താ പറയാ, നമുക്ക് കൃത്യമായിട്ടൊരു നിലപാടുണ്ടാകണം. നിലപാട് അത് ഒന്നാമത്തത് നമ്മുടെ ആദർശം തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ എന്താ പറയുക, മുജാഹിദിന്റെ പരിപാടിക്ക് പോയാലുള്ള ഒരു കുഴപ്പം എന്താ വെച്ചാല് ഇവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും ഇതന്നെ ചൊല്ലും. അല്ലെ? പണ്ട് ഈ വട്ടാളപ്പള്ളിയിൽ കുത്തുബ ചെല്ലാൻ മുജാഹിദ് സെന്ററിൽ നിന്ന് ആള് പോവുക ചെയ്യാം. അപ്പൊ ആരാണ് അവിടെ ഉള്ളത്? ഒരാളെ പറഞ്ഞേക്കയ്യ കുത്തുബക്ക്. പണ്ടത്തെ കാലത്ത് ഏറ്റവും പണ്ട്. അപ്പോ എല്ലാ പ്രാവശ്യം പുതിയ ആൾക്കാർ വന്ന് വല്ലസർ പറഞ്ഞു പോകും. എളുപ്പമല്ലോ വല്ലസർ ഓതിയാന്ന് പറഞ്ഞാല് ചെറിയ കുത്തുബായി. അപ്പൊ രണ്ടാൾക്കാർ ഇങ്ങനെ ഒന്നുണ്ടാക്കുകയാണ് അവിടെ. അപ്പൊ ഒരുത്ത മറ്റവനോട് ചോദിച്ചാൽ കഴിഞ്ഞ ആഴ്ച എന്ത് ചെയ്യുന്നു? കഴിഞ്ഞ ആഴ്ച വല്ലസറ ചെയ്തു, അതിന്റെ മുമ്പത്താഴ്ച വല്ലസറ ചെയ്തു, ഇനിയിപ്പോ പുതിയൊരു വല്ലസറക്കാരനാണ്. അപ്പൊ ഉമർ മൗലവി അന്ന് കുത്തുബ പറയാൻ വേണ്ടി അങ്ങോട്ട് വന്നതാണ്. മൂപ്പർ ഇത് കേൾക്കാണ്. മൂപ്പരാണ് അതിന് വന്നത് ഇവർക്കറിയില്ല. ഉമർ മൗലവി അറിയാത്ത ആൾക്കാരാണ് ഈ പറയുന്നത്. മൂപ്പര് അന്നൊരു വല്ലസർ പറഞ്ഞു, അവിടെ അന്നും ഒരു വല്ലസർ പറഞ്ഞു, ഇതുവരെ കേൾക്കാത്തൊരു വല്ലസർ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞ തൗഹീദ് എന്താ? തൗഹീദ് നമ്മൾ പറയേണ്ട സാധനമാണ്. കാരണം അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാല് അബൂ തല്ലത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ യഅ്ബുദല്ലാഹ ലാ യുശ്രിക് ബിഹി ശൈഅൻ.
ويقيم الصلاة ويؤتي الزكاة ويصوم رمضان ويجتنب الكبائر إلا دخل الجنة. അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ നമസ്കാരം നിലനിർത്തിക്കൊണ്ട് സക്കാത്ത് കൊടുത്ത് റമളാനിൽ നോമ്പ് നോറ്റ് വൻ പാപങ്ങളിൽ നിന്ന് അകന്നു നിന്നാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കൂലെന്നാണ്. കാരണം സ്വർഗപ്രവേശനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം തൗഹീദാണ്. അപ്പൊ അതില്ലാതെ നമ്മൾ എന്ത് കർമ്മങ്ങൾ എത്ര തന്നെ ചെയ്താലും, വിശുദ്ധ ഖുർആനിലേക്ക് ഏറ്റവും കൂടുതൽ നബിമാരെ പേര് പറഞ്ഞ സൂറത്തു അൻആമില് അടുപ്പിച്ച് 18 നബിമാരെ പേര് പഠിച്ചോൻ പറയുന്നുണ്ട്. وَتِلْكَ حُجَّتُنَا آتَيْنَاهَا إِبْرَاهِيمَ عَلَى قَوْمِهِ എന്ന് പറഞ്ഞിട്ട് പിന്നെ وَوَهَبْنَا لَهُ إِسْحَاقَ وَيَعْقُوبَ وَنُوحًا അങ്ങനെ ഒരു 18 പ്രവാചകന്മാരെ വസകരിയ വയഹ്യ വഈസ വഇല്യാസ് വഇസ്മാഈല വൽയസഅ വയൂനുസ്. എന്നിട്ട് പറച്ചോൻ ആ ആയത്ത് അവസാനം അത് സമ്മറി വരണം തരേ ذَلِكَ هُدَى اللَّهِ يَهْدِي بِهِ مَن يَشَاءُ مِنْ عِبَادِهِ وَلَوْ أَشْرَكُوا لَحَبِطَ عَنْهُمْ مَا كَانُوا يَعْمَلُونَ. ഈ 18 പ്രവാചകന്മാരൊക്കെ അല്ലാഹു സന്മാർഗം നൽകി എന്ന് പറഞ്ഞിട്ട് പറച്ചോൻ പറയാണ്, ഇവരിൽ ആരെങ്കിലും ഇവരൊക്കെ എന്താണ് ഇവരെ അള്ളാഹുവിൽ പങ്കു ചേർത്തിരുന്നെങ്കിൽ അവർ പ്രവർത്തിച്ചതെല്ലാം എന്താവും ബാത്തിലാകു പോകുമായിരുന്നു. അപ്പൊ അത്രയും നബിമാരെ ഒന്നിച്ച് പറഞ്ഞതിന് ശേഷം പടച്ചോൻ പറയാണ് ഇവര് ശിർക്ക് ചെയ്താലും എന്ത് ചെയ്യും, അവരുടെ കർമ്മങ്ങള് ബാത്തിലായി പോകുന്നു. അതുകൊണ്ട് ഇതൊരു ഗൗരവമുള്ള വിഷയം. നമ്മൾ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും അല്ലെ, അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു പണ്ട് അറേബ്യയിൽ. അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ അറിയാത്ത മക്കാരില്ല എന്നാണ്. മക്കയിലെ ഏതൊരു കുട്ടിക്കും അറിയാം അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ ആരാണ്. എന്താണ് അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ എന്ന് പറഞ്ഞാല് അന്ന് മക്കത്ത് ജീവിച്ചിരുന്ന വലിയ ധർമ്മിഷ്ഠനായിരുന്നു. ആരെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മൂപ്പരെടുത്ത് പോയിട്ട് പറഞ്ഞാൽ എന്ത് ചെയ്യും, മൂപ്പര് പൈസ കൊണ്ട് സഹായിക്കുന്നതാണ്, മുതലോണ്ട് മൂപ്പര് സഹായിക്കും. അത്രയും ധർമ്മിഷ്ഠനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ ഭയങ്കര കുരുത്തം കെട്ട ചെക്കനെയാണ്. എങ്ങനെ നന്നാക്കാൻ നോക്കി നന്നാക്കാതെ അല്ലാതെ കൊലപാതകവും വ്യഭിചാരം ആകെ എല്ലാ തോന്നിയാസങ്ങളായിട്ട് നടക്കുന്നത്. അങ്ങനെ അവസാനം തറവാടിന്റെ പേര് മോശമാവുക വെച്ച് വാപ്പി അളാപ്പി മൂത്താപ്പി കൂടി നാട് കടത്താൻ തീരുമാനിച്ച ഇവര് മൂപ്പര് അറിഞ്ഞിട്ട് മൂപ്പര് മെല്ലെ സ്ഥലം വിടണം അവിടെ. അങ്ങനെ മൂപ്പര് നാട് വിട്ടുപോയി ഒരു 2 മലന്റെ അടിയിൽ എത്തിയിട്ട് അവിടെ വലിയൊരു സ്വർണത്തിന്റെ നിധി കണ്ടു, സ്വർണത്തിന്റെ ശേഖരം കണ്ടു. അങ്ങനെ അവിടുന്ന് മൂപ്പർക്ക് മനംമാറ്റം ഉണ്ടാകാണ്. മൂപ്പര് ആ സ്വർണം കുറച്ചെടുത്തിട്ട് നാട്ടിക്ക് വന്നിട്ട് മൂപ്പര് അക്രമം ചെയ്തവർക്കൊക്കെ മൂപ്പര് നഷ്ടപരിഹാരം കൊടുത്തിട്ട് മൂപ്പര് എന്ത് ചെയ്തു, നന്നാകുകയാണ്. പിന്നെ ആരെന്ത് സഹായം ചോദിച്ചാൽ അപ്പെടുത്ത് കൊടുക്കും. അപ്പല്ലെങ്കിൽ മൂപ്പര് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞിട്ട് പോയിട്ട് നിധി എടുത്തിട്ട് പിന്നെയും കൊണ്ടേ കൊടുക്കും. അങ്ങനെ ജനങ്ങളെ സഹായിച്ച മനുഷ്യനാണ് അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ. അവരെ പറ്റി ആയിഷ ബീവി നബിയോട് ചോദിക്കുന്നുണ്ട്, എന്ത് അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ സ്വർഗത്തിലാണോ, അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ സ്വർഗത്തിലാണോന്ന് ആയിഷ ബീവി നബിയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നബി പറഞ്ഞെന്തറിയോ, ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹുമ്മ ഗഫിർലി യൗമ തുബഅസൂൻ, ല്ലേ, അല്ലാഹുവേ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എനിക്ക് പുറത്തു തരേണമേ എന്ന് ഒരിക്കൽ പോലും ജീവിതത്തിൽ അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ പറഞ്ഞിട്ടില്ല എന്നാണ്. അതുകൊണ്ട് നരകത്തിലാണെന്നാ പറഞ്ഞത്, നരകത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും, ഇവിടെ AKG സ്വർഗത്ത് പോവും, മദർ തെരേസ സ്വർഗത്ത് പോവും എന്നൊക്കെ ഇവിടെ വലിയ അറിവുണ്ട് എന്ന് പറയുന്ന ആൾക്കാർ പറഞ്ഞാലൊന്നും അതിൽ വഞ്ചിതരാകേണ്ട ആവശ്യമില്ല. അഖീദ ക്ലിയർ ആണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും നിയന്താവുമായ ഏകനായ ദൈവം അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പ്രഖ്യാപിക്കാതെ ആ അല്ലാഹു അയച്ച പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കാതെ മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് എന്ന വിശ്വാസമില്ലാതെ കർമ്മങ്ങൾ തൂക്കപ്പെടും. നരകമുണ്ട്, സ്വർഗമുണ്ട്, വിചാരണയുണ്ട്, രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്. പ്രവാചകന്മാർ അതൊക്കെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് എന്നത് വിശ്വസിക്കാത്ത ഒരാളും സ്വർഗത്ത് പോകാൻ പോണില്ല. അതിൽ യാതൊരു സംശയമില്ല. അത് മതത്തിന്റെ അടിസ്ഥാനമാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനമാണത്. അതിൽ യാതൊരു സംശയം, ആരെങ്ങനെയൊക്കെ ഉരുട്ടിച്ചൊറിഞ്ഞ് ചൊറുക്കിൽ പറഞ്ഞാലും സഹോദരങ്ങളെ അതിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് അഖീദ ക്ലിയർ ആകണം. അഖീദ ക്ലിയർ. അള്ളാന്റെ റസൂലിനോട് മക്കക്കാര് മുഴുവൻ നബിന്റെ അടുത്ത് വരികയാണ്, അല്ലെ? എന്താണ് മക്കയിൽ എന്ന് പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോ എന്താണ്, അവർക്ക് അള്ളാഹുവിനെ അറിയാം, അള്ളാഹു ഏകനാണെന്ന് അവർക്കറിയാം, അള്ളാഹു ആണ് മഴ പെയ്യിക്കുന്നത്, അള്ളാഹു ആണ് ആകാശങ്ങളും ഭൂമി ഉണ്ടാക്കിയത്. അതിലൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല. പിന്നെ എന്താ പ്രശ്നം? അവര് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ലാത്തനെ വിളിച്ചിരുന്നു.
ഇപ്പൊ കഴിഞ്ഞൊരു ദിവസം ഒരു സുഹൃത്ത് ഇങ്ങനെ ഈ തൗഹീദ് ഇങ്ങനെ കേട്ടിട്ടേ മൂപ്പര് ചോദിച്ചാണ്, അല്ല ഇപ്പൊ എന്താ ഇങ്ങനെ ഈ എന്താണ് പടച്ചോനെ മാത്രമേ വിളിച്ചാൻ പറ്റുള്ളൂ, ഈ എന്താണ് ആൾക്കാരൊക്കെ വിളിച്ചാല് നമ്മളിപ്പോ മൂപ്പർക്ക് ഇങ്ങനെ സംശയം തോന്നിയില്ല. അപ്പൊ മൂപ്പര് ഉസ്താദിനോട് പോയിട്ട് ചോദിച്ചല്ലോ, അല്ല ഉസ്താദെ നമ്മളിപ്പോ ഈ ഇടങ്ങാറായി കണ്ട് എന്തിനാ ഇപ്പൊ ഈ മൊയ്തീൻ ശൈഖിനെയും ബദരീങ്ങളൊക്കെ വിളിച്ചാൽ നിൽക്കുന്നത്, നമുക്കിപ്പോ പടച്ചോനെ വിളിച്ചാൽ പോരെ അല്ലെ? നിങ്ങൾ ആലോചിക്കുക, എന്തിനാ ഇപ്പൊ പടച്ചോനെ വിളിച്ചാൽ പോരെ? ഒരാൾ പടച്ചോനെ വിളിച്ച, ഒരാൾ ബദരീങ്ങളെ വിളിച്ച, ഏതാ നല്ലേ? അപ്പൊ ഉസ്താദ് പറഞ്ഞത്രേ, അത് നമ്മൾ മന്ത്രിമാരെടുത്ത് പോയിട്ട് നേരിട്ട് കാര്യം പറഞ്ഞാൽ നടക്കുമോ? അല്ല, നടക്കൂല. നമ്മൾ ആദ്യം ലോക്കൽ കമ്മിറ്റി പോണം, എന്നിട്ട് ഏരിയ കമ്മിറ്റിന്റെ കത്ത് വാങ്ങി, ജില്ലാ കമ്മിറ്റിന്റെ കത്ത് വാങ്ങി, ജില്ലാ കമ്മിറ്റി ഇതിനെ കൊണ്ട് വിളിച്ചറിയിച്ചിട്ട് പോണം അങ്ങോട്ട്, എന്നാലേ നടക്കുള്ളൂ. ഈ സാധുവിന് പറഞ്ഞു കൊടുക്കണം മൂപ്പര്. ഏത് അതേപോലെയാണ് നമ്മൾ നേരിട്ട് പോയിട്ട് കാര്യമില്ലാന്ന് ഇവിടുന്ന് വിളിച്ചു പറയണമെന്ന്. ആ വിളിച്ചറിയിച്ചാലാണ് അത്ര ബദരീങ്ങളെ. നമ്മൾ ബദരീങ്ങളെ വിളിച്ച, ബദരീങ്ങൾ ഇതിനെ പടച്ചോനെ വിളിച്ച, അതായത് ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി അല്ലേ? അതാണ് നല്ലത്, അതാണ് നല്ലത് എന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ മക്കയിൽ വരുമ്പോ എന്താ അറിയോ, അവിടെ അങ്ങനെ തന്നെയാണ് ഓരോ വിശ്വാസം. അവിടെ ഏരിയ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയാണ് ഈ ലാത്ത മനാത്ത എന്നൊക്കെ പറഞ്ഞത്. ആരാ ലാത്ത പറഞ്ഞാല്? ലാത്ത എന്ന് പറഞ്ഞാല് ഗുരുവായൂരപ്പന്റെ മാരിത്തെ വിഗ്രഹമല്ല. ലാത്ത എന്ന് പറഞ്ഞാല് അവിടെ നല്ലൊരു മനുഷ്യൻ ജീവിച്ച് മരിച്ചു പോയ ഹജ്ജിനൊക്കെ വരുന്ന ആൾക്കാർക്ക് പായസം വിളമ്പീനെ നല്ലൊരു മുത്തക്കിയെന്നു ഈ ലാത്ത എന്ന് പറയണത്. ആ ലാത്ത മരിച്ചപ്പോ എന്തൊക്കെയാണ്, ലാത്തനെ ഓർമ്മിക്കാൻ വേണ്ടി ലാത്തന്റെ വിഗ്രഹം ഉണ്ടാക്കിയതാണ്. അതിങ്ങനെ നിൽക്കുന്നുണ്ടെന്നുള്ളൂ. ജാറത്തിൽ പോയാൽ അത് കിടക്കാണ്, വ്യത്യാസമൊന്നുമില്ല. ഒന്ന് നിൽക്കുക, ഒന്ന് കിടക്കുക. അപ്പൊ അതിനോട് പറയാ, ലാത്തനോട് പറയാണ്. ലാത്തനോട് പറഞ്ഞിട്ട് ലാത്ത പടച്ചവനോട് പറയാ. നമ്മൾ നേരിട്ട് പറയാൻ പാടില്ല, നമ്മൾ പാപം ചെയ്യണോലല്ലേ. അതാണ് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം. ഒരു പച്ച കുടുങ്ങിയ പടച്ചോനെ തന്നെ വിളിച്ചുള്ളൂ അല്ലെ? ബദറിൽ പടച്ചോനെ വിളിച്ചതോര്, ബദറിൽ പടച്ചോനെ വിളിച്ചു. ഓല് സമുദ്രത്തിലകപ്പെട്ട് കപ്പല് വഴിതെറ്റിപ്പോയി കാറ്റും കോളും വന്ന് പച്ച കുടുങ്ങിയാല് ഒരു പടച്ചോനെ തന്നെ വിളിക്കുക. പക്ഷെ ചെറുതിനൊന്നും വിളിച്ചാൻ പറ്റൂല. എന്തിനാ വിളിക്കണ്? ഒരു കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര കൃത്യം നോക്കി. ഇതൊക്കെ അള്ളാന്റെ അടുത്ത് ഞങ്ങളെ ശുപാർശക്കാരാണ്, ഞങ്ങളെ കൂട്ടക്കാരാണ്, ഇവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പറയും. അതാണ് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം. അതിനാണ് അള്ളാന്റെ റസൂൽ വന്നത്. അങ്ങനെ പറയരുത്, അള്ളാനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ, ലാത്തനെ വിളിക്കരുത് എന്ന് പറയാനാണ് അള്ളാന്റെ റസൂൽ വന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥതാണ്. എന്തായാലും സംശയമുള്ളത്. അപ്പോ ഇതിങ്ങനെ വേരൂന്നി വന്നപ്പോഴേ മക്കാര് വന്നിട്ട് നബിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, 3 ഓഫർ നബിക്ക് കൊടുക്കാണ്. ഒന്നെന്താ അറിയോ? ഒന്നിച്ച് പറയണ പൈസ എനിക്കവിടെ തരാം. അതാണല്ലോ ഏത് കാര്യത്തിനും സാധനം പൈസയാണല്ലോ. രണ്ടാമത്തത് പെണ്ണാണ്. ജി പറയണ പെൺകുട്ടികളെ എനിക്ക് കെട്ടിച്ചേരാ. ജി പറയണ പെണ്ണുങ്ങളെ മക്കൾക്ക് നിനക്ക് കെട്ടിച്ചേരാ. ജി പറയണ പൈസ എനിക്ക് തരാം. അന്ന നേതാവാക്ക. ഇത് 3 ഇന്ന് ഈ സാമൂഹിക ഘടനയില് മനുഷ്യന് വേണ്ട 3 സാധനം എന്താണ്? എന്ത്? പെണ്ണും പണവും അധികാരവും. ഇത് 3 തരാനാ പറഞ്ഞത്. ഒന്ന് മാറ്റിപ്പറണം എന്ന് പറഞ്ഞില്ല. ഒരു കൊല്ലം ജി ഞങ്ങളെ ലാത്തനി മനാത്തനി ആരാധിക്കാം, അടുത്ത കൊല്ലം ഞങ്ങൾ എന്ത് ചെയ്യും? എന്റെ പടച്ചോൻ ആരാധിക്കും. എന്താ ഡീല്? ഒരു കൊല്ലം എന്ത് ചെയ്യാ? ജി ലാത്തനി മനാത്തനി നിങ്ങൾ മുസ്ലിങ്ങൾ ആരാധിക്ക, അടുത്ത കൊല്ലം ഞങ്ങൾ നിങ്ങളെ പടച്ചോനെ ആരാധിക്കും. അപ്പോഴാണ് സഹോദരങ്ങളെ കുല്യായുൽ കാഫിറൂൻ ഇറങ്ങിയത്. കുല്യായി വിശുദ്ധ ഖുർആനിൽ പടച്ചോന് വേറൊരു സ്ഥലത്തും കാഫിരീങ്ങളെ എന്ന് വിളിച്ചിട്ടില്ല. യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്തുള്ളൂ. അത്രയും ഗൗരവത്തിലാണത് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. അത് അപ്പറഞ്ഞ ആയത്താണ്. ലൗഹുൽ മഹ്ഫൂസ് ഇറങ്ങിയതാണ് ഇബ്നു അബ്ബാസിന്റെ ഹദീസിൽ കാണുന്നത്. ഇറക്കിയ ആയത്താണത്. എന്ത്? താങ്കളെ പ്രവാചകരെ താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ അമല് പൊളിഞ്ഞു പോകുന്നതാണ്. ഖുർആന് ജാഹിലെന്ന് ഒരാളെ ഖുർആൻ ദൈവത്തിന്റെ ഒരു രീതിയല്ല ജാഹിലെന്ന് വിളിക്കല്. ഒരാളെ ജാഹിലെന്ന് വിളിച്ചുകൊണ്ട് ദൈവത്ത് ചെയ്യാൻ പാടില്ല. ജാഹിലെന്ന് വിളിച്ച ശൈലി അള്ളാന്റെ റസൂലിന്റെ ചരിത്രത്തിലോ ഖുർആന്റെ ചരിത്രത്തിലോ ഒരാളെയും അള്ളയും റസൂലും ജാഹിലെന്ന് അഭിസംബോധന ചെയ്തായിട്ട് വേറെ എവിടെയും കാണാൻ സാധ്യല്ല. പക്ഷെ ഇവിടെ പറഞ്ഞു അങ്ങനത്തെ ഒരു ഡീലാണ് അവർ വെച്ചത്.
ആ വിഷയത്തിന്റെ ഗൗരവം എന്താണ്? നബിയെ വിവരം കേട്ടവരാണ് പറഞ്ഞത്. അല്ലാഹു അല്ലാത്ത ഒന്നിനെ ഞാൻ ആരാധിക്കണമെന്നാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കാൻ വേണ്ടി അള്ളാഹ് പറയണം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അവിടെ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെ മതം, ഞമ്മക്ക് നമ്മളെ മതം. ആ ഡീല് നടക്കൂല. കുറച്ച് ഞങ്ങൾ ആരാധിക്കുക, കുറച്ച് നിങ്ങൾ ആരാധിക്കുക. ആരാധനയിൽ ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റും ഇല്ല. അതുകൊണ്ടാണ് ഇത് പറയുന്ന സഹോദരങ്ങളെ. അത് പറയണേ ഒരു യഹൂദ പണ്ഡിതൻ നബിന്റെ അടുത്ത് വന്നിട്ട് പറയണേ, ഒരു യഹൂദ പണ്ഡിതൻ നബിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നല്ലതൊക്കെ തന്നെ നിങ്ങളെ വിശ്വാസം, പക്ഷേ നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കിയില്ല എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹിനെ നിദ്ദുണ്ടാക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ അത്ഭുതം, മുസ്ലിങ്ങൾ എങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത്? സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെടുകയാണ്. മാതാക്ക, എന്താണിത്? നമ്മളെങ്ങനെ, മുസ്ലിങ്ങൾ എങ്ങനെ? അപ്പൊ യഹൂദ പണ്ഡിതൻ പറയാണ്, സഹാബികൾ പറയുന്നത് കേട്ടു എന്നാണ്. എന്ത്? മാഷാ അല്ലാഹ് വശിഅ്ത, മാഷാ അല്ലാഹ് വ മുഹമ്മദുൻ, അള്ളയും മുഹമ്മദും ഉദ്ദേശിച്ചാൽ എന്ന് സഹാബത്ത് പറയുന്നത് ഈ യഹൂദൻ കേട്ടുകള്. പിന്നെ കഅബ സത്യം, കഅബയെ കൊണ്ട് സത്യം ചെയ്ത് ചില സഹാബികൾ പറഞ്ഞത് ആര് കേട്ടു? ഈ യഹൂദൻ കേട്ടു. അപ്പൊ ഈ യഹൂദൻ വന്നിട്ട് നബിനോട് പറയാണ്, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അപ്പോ ആ സഹാബികളെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഗൗരവത്തിലാ പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും മാഷാ അല്ലാഹ് വ മുഹമ്മദുൻ എന്ന് നിങ്ങൾ പറയരുത് എന്നാണ്. പിന്നെന്താ പറയേണ്ടത്? മാഷാ അല്ലാഹ് സുമ്മ ശിഅ്ത. അല്ലാഹ് ഉദ്ദേശിച്ചാൽ പിന്നെ സുമ്മാന്ന് അത് വ്യത്യാസപ്പെടുത്തിയിട്ട് എന്നെ പറയണം എന്ന് പഠിപ്പിച്ചു. കഅബയെ തൊട്ട് സത്യം ചെയ്യരുത്. പിന്നെ എന്ത് പറയണം? വറബ്ബുൽ കഅബ, കഅബയുടെ റബ്ബാണ് സത്യം എന്ന് പറയണം. അത്രയും ഗൗരവത്തിലാണ്. അത്രയും. അപ്പൊ കഅബ സത്യം എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് പാടില്ല. കഅബയുടെ രക്ഷിതാവ് തന്നെയാണ് സത്യം എന്നേ പറയാൻ പാടുള്ളൂ. അല്ലെ? പ്രവാചകരെ താങ്കളും അല്ലാഹുവും ഉദ്ദേശിച്ചാൽ എന്ന് പോലും പറയരുതെന്നാ പറഞ്ഞത്. കാരണം ആ അള്ളാഹുവിലേക്ക് നബിനെ അങ്ങനെ ചേർത്ത് പറയരുത്. മാഷാ അല്ലാഹ് വഹദ, അല്ലാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്ന് പറയണം എന്നാണ് അവിടെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അപ്പൊ അത്രയും ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഇത് ലോകാവസാനം വരെ ഇത് പറഞ്ഞുകൊണ്ടേ നിൽക്കും. കാരണം ഇത് ബാധ്യതയാണ്. ഇതാണ് ദീന് സഹോദരങ്ങളെ, ഇതാണ് ദീന്. ഓരോ സംഭവങ്ങളും അല്ലെ, ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വരികയാണ്. ഇതൊക്കെ ഇവിടെ പറഞ്ഞു അറിയില്ല, പറഞ്ഞോ? ബൈഅത്ത് ചെയ്യാൻ വേണ്ടി നബിന്റെ അടുത്തേക്ക് വരുമ്പോ 10 ആള് ബൈഅത്ത് ചെയ്യും അല്ലെ. 9 ആളെ കയ്യെ നബി സ്വീകരിക്കുള്ളൂ, 10ാമത്തെ ആളെ നബി സ്വീകരിക്കൂല. എന്താ കാരണം? അയാളെ കയ്യും ഒരു ഏലസ് ഉണ്ടാവും. ആ ഏലസിനോണ്ട് നബി എന്ത് ചെയ്യില്ല? അയാളെ ബൈഅത്ത് സ്വീകരിക്കൂല എന്നാണ്. അപ്പോഴോ എന്തുകൊണ്ട് സ്വീകരിക്കുക? ഇന്ന അലൈഹി തമീമത്തുൻ, അവന്റെ മേലൊരു ഏലസ് ഉണ്ട്. എന്നിട്ട് നബി എന്ത് ചെയ്തു? ആ കൈയോണ്ട് അത് മുറിച്ചിട്ടു എന്നാണ്. എന്നിട്ട് ഫബായ, എന്നിട്ട് ബൈഅത്ത് ചെയ്തു എന്നാണ്. എന്നിട്ട് നബി പറഞ്ഞു, മൻ അല്ലക തമീമത്തൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഒരു ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു എന്നാണ്. സഹോദരങ്ങളെ, ഏലസ് കെട്ടിയാല് ഇത് അതിഞ്ഞ് പോലും പറയുന്നത് അത് മറ്റേ ഷിർക്കിന്റെ ഏലസാണ്, ഇത് ഷിർക്കില്ലാത്ത ഏലസാണെന്ന് പറയും അല്ലെ. അത് ഷിർക്കിന്റെ ഏലസാണ്, ഇത് ഖുർആൻ ഓതി കെട്ടിയ ഏലസാണ്. അതെങ്ങനെ ഷിർക്കാകാന്ന് ചോദിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ പറയില്ലേ, ആ ഏലസിന് പകരം ഒരു ഖുൽഹുവല്ലാഹു ഓതി കെട്ടാൻ നബിക്കറിയില്ലേ? ഒരു ഖുൽഹുവല്ലാഹു ഓതിയാണെങ്കിൽ നബി പുതിയ ഏലസ് കെട്ടിക്കൊടുത്തൂടെ? ഇല്ല, മൂർച്ചനിട്ടൊക്കെയാണ്. പകരം ഒരു ഏലസ് നബി കെട്ടിക്കൊടുത്തിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ഏലസും അല്ലെ അല്ലാഹു അല്ലാത്ത ഒന്നിലേക്ക് നമ്മൾ ബന്ധിപ്പിക്കുക, കൊണ്ടേ കെട്ടിടുക എന്നുള്ളത് അത് ഇസ്ലാമിന്റെ രീതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരിക്കാൻ നേരത്ത് ഒരു രോഗിനെ സന്ദർശിക്കാൻ പോയി. അവിടെ അദ്ദേഹമല്ല, രോഗി മരണാസനായി കിടക്കാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഏലസ് കണ്ടപ്പം അത് പൊട്ടിച്ചു എന്ന് ഹദീസിൽ കാണാം. ചില റിപ്പോർട്ടുകളിൽ വളരെ ഗൗരവമായി അദ്ദേഹത്തെ താക്കീത് ചെയ്തു എന്ന് കാണാം. എന്നിട്ടോ ഇങ്ങനെ മരിച്ചാല് ഞാൻ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പങ്കെടുക്കൂല എന്ന് വരെ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് നമുക്ക് ചില റിപ്പോർട്ടുകളിൽ കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, വമാ യുഅ്മിനു, ഒരായത്തും അദ്ദേഹം ഓതിനാണ്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അധികം ആളുകളും അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല എന്നാണ്. അപ്പോ ഇതൊക്കെ അള്ളാഹിനെ എല്ലാരും വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹിന്റെ റസൂലിനൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒപ്പം എന്തുണ്ട് കാര്യങ്ങള്? ഈ കൂട്ടക്കാര് ഇതൊക്കെ കാണും. ബദരീങ്ങളും അതേപോലെ തന്നെ ഈ മൊയ്തീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖും ഇവരൊക്കെ എന്തും നമ്മള് വൈബറിയും നമ്മൾ പറയണതും കേൾക്കണതൊക്കെ അറിയാനുള്ള കഴിവുണ്ട്. നമ്മൾ ഇവിടുന്ന് വിളിച്ചാല് മൊയ്തീൻ ഷെയ്ഖ് കേൾക്കും, മമ്പുറത്തങ്ങള് കേൾക്കുമെന്നും അതിനൊക്കെ ഉത്തരം നൽകാനും പടച്ചവനോട് ശുപാർശ ചെയ്യാനും ഒക്കെ അവർക്ക് കഴിയുമെന്ന് വിശ്വസിച്ച സഹോദരങ്ങളെ, പിന്നെ അള്ളാഹു ആണ് എല്ലാം കേൾക്കുന്നവൻ, അള്ളാഹു ആണ് എല്ലാം അറിയുന്നവൻ എന്ന്
എന്ന് പറഞ്ഞാൽ എന്തർത്ഥാള്? അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ പങ്കുചേർക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവമാണ്, സ്വർഗം നിഷേധിക്കപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് ശിർക്ക് നമ്മൾ പറയും, അത് പറയേണ്ടതാണ്. അതിൽ കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നണ്ട. കാരണം അതാണ് ഇസ്ലാമിന്റെ ജീവൻ, അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം, അല്ലെ? അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ റമദാൻ കഴിഞ്ഞ് പുറത്തിറങ്ങി കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ട്. റമദാൻ കഴിഞ്ഞു തന്നെ ഒരു കഴിഞ്ഞ ഫീലിംഗ് ഉണ്ടാകണ്ട. റമദാൻ കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. ലൈലത്തുൽ ഖദ്റൊക്കെ വരുന്നുള്ളൂ. അതുകൊണ്ട് ഇത് കഴിഞ്ഞ ഈ പരീക്ഷക്കാകുമ്പോൾ കുട്ടികൾക്ക് ഒരു സ്വഭാവം ഉണ്ട്. എന്തോ ആദ്യം ഇങ്ങനെ കുറെ പഠിച്ചണമെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ച മാതിരി പഠിച്ചാൻ കഴിയൂല. അപ്പൊ പിന്നെ എന്താ കാര്യം, പരീക്ഷ എടുക്കുമ്പോൾ ഈ സപ്ലി നോക്കാൻ, ഇനി അടുത്ത പരീക്ഷ നോക്കാൻ ഓൻ അത് വിട്ടുണ്ടാവും. അതേമാതിരി നിങ്ങൾ റമദാൻ വിടരുതിട്ടോ. അങ്ങനെ വിടാനായിട്ടില്ല, ഇനിയും ദിവസം ഉണ്ട്, 6 ദിവസം ഉണ്ട്. ലൈലത്തുൽ ഖദ്റൊക്കെ ബാക്കിയാണ്. നല്ല പുടുത്തം പിടിച്ചോളി. ഓരോ സെക്കൻഡും ഓരോ സെക്കൻഡും ഓരോ കർമ്മങ്ങൾ പടച്ചോനെ ഭയങ്കരമായ പ്രതിഫലം തരും. ഒരു 3 പ്രാവശ്യം കുല്ലല്ലാഹു ഓതിയാല് എത്ര പ്രതിഫല കിട്ടിയ സഹോദരങ്ങളെ. അതൊക്കെ എന്താ പറയുക, അർത്ഥറിഞ്ഞ് ആലോചിച്ചു. ഒരായത്ത് നിസ്കാരത്തിൽ ഓതിയാല്, ഒരാൾ നിസ്കാരത്തിൽ 3 ആയത്ത് നിസ്കാരത്തിൽ ഓതിയാല് 3 ചുവന്ന ഒട്ടകങ്ങളെക്കാൾ ഖൈറാണെന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഖൈറായിട്ട് ദുനിയാവിൽ ഒന്നുമില്ല എന്നാണ്. 4 ആയത്ത് ഓതിയല്ലാതെ, അതിനേക്കാൾ ഖൈർ 5 ആയത്തല്ലാതെ എന്നാണ്. അപ്പൊ അത്രയും നിങ്ങൾക്ക് ഒന്നിച്ച് ഏറ്റവും മുന്തിയ ലോകത്തെ 3 ആഡംബര കാറുകൾ നിങ്ങളെ പെരന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവും, അല്ലെ? ആ സാഹബത്തിനോട് ചോദിക്കണം, നിങ്ങൾ പെരീക്ക് ചെല്ലുമ്പോ സാഹബികളോട് നബി ചോദിക്കണം, നിങ്ങൾ വീട്ടിൽ മടങ്ങി ചെല്ലുമ്പോൾ നിങ്ങളെ വീടിന്റെ മരത്ത് 3 ചുവന്ന തൊടുത്ത ഒട്ടകങ്ങളെ കാണാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവും എന്ന് ചോദിച്ചു. ആർക്കും ഇഷ്ടമല്ലാണ്ടൊക്കെ അല്ലെ? ഒരു 3 വണ്ടി, ഒരു ലാൻഡ് ക്രൂസറും, ഒരു മേബാക്കിന്റെ പുതിയ ബെൻസും, ഒരു ഡിഫൻഡറൊക്കെ പെരന്റെ മരത്ത് ഇങ്ങനെ നമ്മൾ ചെല്ലുമ്പോ, ക്ലാസ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ നിർത്തിയിട്ട് അറിയുമ്പോൾ ആർക്കാ സഹോദരങ്ങൾ ഇഷ്ടമല്ലാണ്ടൊക്കെ? എന്നാ പഠിച്ചോ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചോണേ, നിസ്കാരത്തിന് 3 ആയത്ത് ഓതിയാൽ 3 ആയത്ത്. അങ്ങനെ വലിയ ആയത്തോടണ്ട, ബക്കറയിലെ ആയത്തിന്റെ ഓതണ്ട. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് 3 ആയത്തായി, അല്ലെ? 3 ആയത്തായി, 3 കാറായി, അല്ലെ? ഇത് അതാണ് ഖൈറെന്ന് പറയാൻ. എന്താ അറിയോ, അങ്ങനെ ആലോചിച്ചിട്ട് ആ ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഓതാൻ, അർത്ഥറിഞ്ഞുകൊണ്ട് ആ ഖുർആനിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഓതാൻ നമുക്ക് പറ്റണം. അതാണ്, അപ്പോഴാണ് തഖ്വ, നമ്മൾ ലഅല്ലക്കും തത്തഖൂൻ, ഈ നോമ്പ് മാറ്റുണ്ടാക്കി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചെയ്തു പോയ പാപങ്ങൾ പടച്ചോനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മൾ പശ്ചാത്തപിക്കണം, അല്ലെ? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചെയ്ത പാപങ്ങളൊക്കെ പടച്ചോൻ പൊറുക്കുന്നു മാത്രമല്ല ഡെലീറ്റ് ചെയ്യുന്നതാണ്, ഇറേസ് ചെയ്യുന്നത്. കാണൂല എന്നാണ്. ഡെലീറ്റ് ചെയ്യുന്ന അത് വേറെ ലെവലാണ്. പുറത്തേറില് മാത്രമല്ല, അതാ രേഖയിൽ കാണൂലാന്ന്. നമ്മൾ ചെയ്തതൊക്കെ പടച്ചോൻ മായ്ച്ചു കളയും, നമുക്ക് പ്രതിഫലം തരുന്നു, അല്ലെ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. നേരം വെച്ച് നീച്ചുമ്പോൾ നമ്മൾ ദ്വാരുന്ന ദുആണ്. എന്താണ്? ഒരു മരണത്തിൽ നിന്ന് നീച്ചു വരികയാണ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ സഹോദരങ്ങളെ. ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ അള്ളാഹുവിലേക്ക് കൂടുതൽ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട്, ഇസ്തിഗ്ഫാർ നടത്തിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുറെ തെറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് എല്ലാം വിശുദ്ധ ഖുർആൻ സൂറത്തു നൂഹിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പടച്ചോൻ സ്വത്തും സമ്പത്തും എല്ലാം പടച്ചോൻ വർദ്ധിപ്പിക്കുന്നതാണ്. സ്വത്ത് വെറും ഒരു ഇസ്തിഗ്ഫാറിന്റെ പാപങ്ങൾ പൊറുക്കൽ മാത്രമല്ല, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഐശ്വര്യം പടച്ചോൻ തരും, മഴ തരും, കൃഷി തരും, എല്ലാ സമ്പത്തുകളും ഐശ്വര്യവും മക്കളും ഒക്കെ പടച്ചോൻ ചെയ്യും ഇസ്തിഗ്ഫാറിന്റെ കാരണമായിട്ട്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നേടിയാൽ പടച്ചോൻ ഇതൊക്കെ തരുമെന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ട്. അതുകൊണ്ട് ചെയ്ത പാപങ്ങൾക്കല്ല സഹോദരങ്ങളെ, നമ്മൾ പടച്ചോനോട് ഓരോ ഇസ്തിഗ്ഫാർ പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ താഴ്ന്നു പോവുകയാണ്. പടച്ചോൻ വലുതായി വരികയാണ്. നമ്മളെ ആ ഉബൂദിയത്ത് ഉണ്ടല്ലോ, ആ ഉബൂദിയത്തില് അത് വീണ്ടും വലുതാവുകയാണ് ചെയ്യുക. നമ്മൾ ചെറുതാവും, പടച്ചോൻ വലുതാവും. അപ്പൊ നമ്മൾ കൂടുതൽ പടച്ചോനിലേക്ക് ആവശ്യക്കാരനായി വരും എന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രാർത്ഥനകളൊക്കെ എന്താ പറയുക, നമുക്ക് പടച്ചോനെ പറ്റി നല്ല ഒരു ബോധമാണ്, പടച്ചോനെ പറ്റി നല്ലൊരു വിശ്വാസമാണ്. പടച്ചോൻ അള്ളാഹുവിലേക്ക് ഉയർത്തിയ കൈകള് അള്ളാഹു ഒന്നുമില്ലാതെ മടക്കാൻ പടച്ചോൻ ലജ്ജിക്കുന്നു പറയുമ്പോൾ ഉയർത്തിയ കൈ പടച്ചോൻ തട്ടൂല എന്നാണ്. എന്തെങ്കിലും പടച്ചോൻ തരാതെക്കൂല എന്നാണ്. ഒരു മഴയെ തേടുന്ന നിസ്കാരത്തിന് ഒരു പെരീന്ന് പോവോ, വണ്ടി ഇറങ്ങാൻ നിൽക്കണം, അല്ലെ? മഴയെ തേടുന്ന നിസ്കാരന്റെ വളർച്ചയാണ്. അപ്പോ ആ ചെറിയ കുട്ടീനെ കാണാനല്ല, അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് കുട്ടീനെ കാണാനായിട്ട് രണ്ടാമത് പോയി നോക്കുമ്പോ എന്താ അറിയോ, എറയപ്പുറത്തേക്ക് പോയിക്കാണ്ട് ഒരു ചെറിയ പഴയ കൊടെടുത്ത് വരികയാണ്. എന്തിനാ നിങ്ങള് മഴയെ തേടി നിസ്കരിച്ചാൻ പോയാ മഴ വെച്ചെന്നോനറിയാ, അതുകൊണ്ട് മഴത്ത് ചൂടാൻ കൊടെടുക്കാൻ പോയതാണോ? അങ്ങനെ ആ കുട്ടിക്ക് സഹോദരങ്ങളെ പടച്ചോനെ പറ്റി എന്തൊരു വിശ്വാസമുണ്ട്. മഴ തേടിയ മഴ കിട്ടുന്നു, പടച്ചോൻ മഴ പെയ്താല് മഴ പെയ്യിക്കുന്നു, ആ കുട്ടി വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ ആ കുട്ടിന്റെ ഒരു വിശ്വാസെങ്കിലും ഒരു കാര്യം നമ്മൾ പടച്ചോനോട് ചോദിക്കുമ്പോൾ പടച്ചോൻ തരും എന്നുള്ള ഒരു, നമ്മൾ എങ്ങനെയാണോ പടച്ചോനെ പറ്റി വിചാരിക്കുന്നത് അതേപോലെയാണ് പടച്ചോന്നാണ്,
അല്ലെ? പടച്ചോനെ പറ്റി കാരുണ്യവാനാണ്, പടച്ചോൻ പൊറത്തു തരും, പടച്ചോൻ എന്റെ പ്രാർത്ഥന സ്വീകരിക്കും എന്ന് അതിന്റെ നിബന്ധനകൾ നമ്മൾ പാലിക്കണം. ശിർക്ക് ചെയ്യാതിരിക്കണം, അല്ലെ? ഇഖ്ലാസോടുകൂടി പ്രാർത്ഥിക്കണം. ഹറാമ് കലർന്ന ഭക്ഷണം കഴിക്കാതിരിക്കണം. അങ്ങനെ പ്രാർത്ഥനന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പടച്ചോൻ തട്ടിമാറ്റൂല എന്നാണ്. അപ്പൊ ഈ നോമ്പിന് ശേഷം പടച്ചോനുമായിട്ടുള്ള ഒരു ബന്ധം, അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. 20 ഏറ്റവും നല്ല നിസ്കാരം ഏതാണ്? അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന നിസ്കാരമാണ് ഏറ്റവും നല്ല നിസ്കാരം. ഏറ്റവും നല്ല നോമ്പ് എന്താണ്? ആ നോമ്പിൽ അള്ളാഹുവിനെ പറ്റി ഏറ്റവും കൂടുതൽ സ്മരണ ഉണ്ടാകുക എന്നുള്ളതാണ്. ഒരു തെറ്റ് ചെയ്യാതെ, ഹറാമ് കേൾക്കാതെ, ഹറാമ് പറയാതെ, ഹറാമ് ഡീലിങ്സിൽ ഏർപ്പെടാതെ, അല്ലെ? നമസ്കാരം ഇഖ്ലാസോടുകൂടി നിർവഹിച്ച് ദാനധർമ്മങ്ങൾക്ക് പ്രേരണ നൽകി അത് ചെയ്തുകൊണ്ടുള്ള ഒരു നോമ്പ്, അതാണ് ഏറ്റവും നല്ല നോമ്പ്. അതൊക്കെ എന്താണ്? പടച്ചോനുള്ള ഒരു ബോധമാണ്, ഓർമ്മയാണ്. ഹജ്ജോ അതൊക്കെ തന്നെ ഏത് ഇബാദത്താണെങ്കിലും അത് ഏറ്റവും നന്നാകപ്പോഴാണ്, അതിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു ഓർക്കുമ്പോഴാണ്, ഏറ്റവും കൂടുതൽ നല്ലൊരു ബന്ധം അള്ളാഹുമായിട്ട് ഉണ്ടാവുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് ഈ റമദാനിന് ശേഷം തുടർ ജീവിതത്തിൽ ആ പടച്ചവനുമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി, ഒരു 5G കണക്ഷൻ, നല്ലൊരു റേഞ്ച് പോകരുത്. പടച്ചോന്റെ റേഞ്ചിൽ നമ്മൾ പോകാൻ പാടില്ല, അല്ലെ? ഇങ്ങനെ ചിലപ്പോൾ റേഞ്ച് പോയി അങ്ങനെ വട്ടട്ട് നിൽക്കുമല്ലോ യൂട്യൂബൊക്കെ, അങ്ങനെ വട്ടടാൻ പാടില്ല. ഫുൾ ടൈം 5 കട്ട അങ്ങനെ കാണുന്ന രൂപത്തിൽ ബാക്കി കാലഘട്ടം റമദാനിൽ അങ്ങനെയെന്നല്ലേ? നമ്മള് വാങ്ങുകൊടുത്തപ്പോ നമ്മൾ പള്ളിയിൽ പോയി, അല്ലെ? നമ്മൾ മോശമായ വാക്കുകൾ പറഞ്ഞിട്ടില്ല, നമ്മൾ മോശമായ സിനിമകളും ചിത്രങ്ങളും ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്ന കുറെ രഹസ്യമായ തെറ്റുകൾ ഉണ്ടായിരുന്നു. പല ആളുകളും നോമ്പായപ്പോ എന്ത് ചെയ്തു? അതൊക്കെ ഒന്ന് മാറ്റിവെച്ചു. റമദാനല്ലേ സഹോദരങ്ങളെ, ഈ റമദാൻ കഴിഞ്ഞാൽ അതൊക്കെ തിരിച്ചു വരാൻ പാടില്ല. അത് നമ്മൾ ഏറ്റവും ആദ്യം തീരുമാനിക്കേണ്ട അന്തരങ്ങള്. നമ്മൾ സൽക്കർമ്മങ്ങൾ മുന്നേറിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധ കാണിക്കണം, അല്ലെ? ജീവിതത്തിലേക്ക് ഹറാമുകൾ വരിക എന്നുള്ളത് നമ്മൾ കുറച്ചും കൂടി ഗൗരവമുള്ളതായിട്ട് കാണണം, അല്ലെ? നമ്മൾ സുന്നത്ത് സ്കരിക്കണേക്കാൾ നമ്മൾ ഗൗരവം കൊടുക്കേണ്ടത് തെറ്റുകൾ ചെയ്യാതിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് കബായിറായ വൻപാപങ്ങളിലേക്ക് എത്തിപ്പെടുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ശിഷ്ട ജീവിതത്തിൽ നമുക്ക് വരാൻ പോകുന്ന ഈ റമദാനിന് ശേഷമുള്ള ജീവിതത്തിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അള്ളാഹുമായിട്ടുള്ള നല്ലൊരു ബന്ധം, അതെങ്ങനെ കിട്ടുക? അത് ആരാധനകൾ തന്നെയാണ്. നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള ഈ 5 നേരത്തെ നിസ്കാരം, അല്ലെ? 5 നേരത്തെ നിസ്കാരം, രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകള്, ദുആകള്, നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ് സത്യത്തിൽ കൂടുന്നത്. കാരണം പ്രാർത്ഥനക്ക് പറഞ്ഞാല് ഉത്തരം തരാതെ കൂല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ കാര്യങ്ങള്? നമ്മൾ ചോദിച്ചതൊക്കെ തരും എന്നല്ല അതിന്റെ അർത്ഥം. ദുആക്കുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ 3 തരത്തിലാണ്. ഒന്ന് ചോദിക്കുന്നത് തരിക, ഒന്നിനെ അപ്പൊ തരും, അല്ലെങ്കിൽ കുറച്ചിട്ട് തരും. അതല്ലെങ്കിൽ അള്ളാഹു നമ്മളിൽ നിന്ന് എന്ത് ചെയ്യും? ആ ദുആ ചോദിച്ചേ തരില്ല, പക്ഷെ പകരം അള്ളാഹു നമുക്ക് ബാധിക്കാനിരിക്കുന്ന ഒരു ഷെറിനെ നമ്മളിൽ നിന്ന് തട്ടിമാറ്റും. ഇനി അതുമല്ലെങ്കിലോ നമ്മൾ ഈ ചോദിച്ചതൊരു ഇബാദത്തായത് കൊണ്ട് ഇതിന് വലിയ പ്രതിഫലം നാളെ പരലോകത്ത് വെച്ച് തരും. ഈ മൂന്നിലൊരു രൂപത്തിലല്ലാതെ ഈ ദുആക്ക് ജവാബ് ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഐഫോൺ തരണേന്ന്, ഐഫോണിന്റെ പുതിയ വേർഷൻ കിട്ടണേ എന്ന് പറഞ്ഞാൽ ഒരു ഐഫോൺ മുന്നിൽ ചാടുന്നല്ല. ചിലപ്പോ എങ്ങനെ ആരെങ്കിലും പാപ്പാർക്ക് ഐഫോൺ ആണോ എന്ന് ചോദിക്കും, ചിലപ്പോ അമ്മവും ഗൾഫിൽ നിന്ന് ചോദിക്കും, ചിലപ്പോ ആരെങ്കിലും ഗിഫ്റ്റ് തരും. അങ്ങനെ ചിലപ്പോ നേരിട്ട് സാധനം കിട്ടും, ചിലപ്പോ കിട്ടിയില്ല എന്ന് തന്നെ വരും. മരിച്ചോളം ഐഫോൺ തൊടാനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്ന് വരും. പക്ഷേ സഹോദരങ്ങൾ, ഞാൻ അത് ഐഫോണിനെ സംഭവമാക്കി പറഞ്ഞിട്ടോ, അതൊക്കെ ഓരോ പ്രായത്തിലും ഓരോരുത്തരുടെ ക്രേസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോ പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ അതിനൊക്കെ ദുആക്ക് കൂലിട്ടും. അതുങ്ങൾ ദുന്യാവിന്റെ കാര്യം ചോദിച്ചാലും ആഖിറത്തിന്റെ കാര്യം ചോദിച്ചാലൊക്കെ കൂലിയുണ്ട്. കാരണം ചോദിക്കുന്നത് പടച്ചോനോടാണല്ലോ. പടച്ചോനോടല്ലാതെ ചോദിച്ചാൽ അത് തെറ്റുമാവും, ശിർക്കൊക്കെ ആവും. പടച്ചോനോട് ചോദിക്കുമ്പോൾ അത് ഇബാദത്താവും, അതിന് കൂലിയും കിട്ടും. അത് ദുന്യാവിന് കിട്ടിയോ കിട്ടിയില്ല എന്നുള്ള വേറെ പ്രശ്നം. പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്നുണ്ടാവും ഒരു പ്രതിഫലം നാളെ പരലോകത്ത് കിട്ടും. അപ്പൊ അതൊക്കെ അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ട് ഈ നോമ്പ് കഴിഞ്ഞാല് സുന്നത്ത് നോമ്പ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉണ്ട്. അതിൽ ഒന്നും പറ്റൂലെങ്കിൽ ഒരു തിങ്കളാഴ്ച മാത്രം എടുക്കുക, പറ്റുമെങ്കിൽ 2 എടുക്കുക. ഇനി അതല്ലെങ്കിൽ അത് പറ്റൂല, ആഴ്ചയിൽ 2 നോമ്പ് ബുദ്ധിമുട്ടാണെങ്കിൽ, ഒരു നോമ്പ് ബുദ്ധിമുട്ടാണെങ്കിൽ 13, 14, 15 സുന്നത്ത് നോമ്പുണ്ട് മാസത്തില്, അതെടുത്താൽ മതി. അങ്ങനെ നോമ്പ് നമ്മൾ നിലനിർത്തണം. ഈ നോമ്പ് റമദാൻ പോയി അടുത്ത റമദാനിൽ നോമ്പ് കൊടുക്കണ അവസ്ഥന്റെ മുമ്പ് നമ്മൾ ബാക്കി സുന്നത്തായ നോമ്പ്, നവാഫിലായ കർമ്മങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഫർദിന് പുറമെ സുന്നത്തിലൂടെയാണ് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക. അപ്പോ അത് നമ്മൾ ചെയ്യാം. അതേപോലെ തന്നെ സുന്നത്തായ നിസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്ത്, നമ്മളിപ്പോ നോമ്പിന് റവാത്തിബ് സുന്നത്തൊക്കെ കൃത്യമായി നിസ്കരിച്ചിട്ടുണ്ടാവും. അതൊക്കെ അതേപോലെ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുക. ഈ രാത്രി നമ്മൾ തറാവി നിസ്കരിച്ചത് എന്ത് ചെയ്യുക? അതൊന്ന് സുബൈന്റെ മുമ്പ് നേരത്തെ ആക്കിയിട്ട് അതൊരു തഹജ്ജുദോ ഒരു വിത്രൊക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യുക? ഒരു ചുരുങ്ങിയ ദൂരക്കാത്തെങ്കിലും
ഒരു റക്അത്ത് നിസ്കരിച്ചാൻ പറ്റാത്ത ആരല്ലാത്ത. അപ്പൊ നിസ്കരിച്ചാത്ത ആൾക്കാരുണ്ടെങ്കിൽ 1 3 ഒരു മിനിമത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് അടുത്ത റമദാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അടുത്ത റമദാൻ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് 5 ആക്കിയാൽ മതി. അങ്ങനെ ഓരോ റമദാനും കഴിയുമ്പോഴും നമ്മൾ ഇങ്ങനെ മെച്ചപ്പെടണം. നമ്മൾ ദീന് മാത്രമാണ് മെച്ചപ്പെടാത്തത്. ബാക്കി നിങ്ങൾ ദുന്യാവൊക്കെ എടുത്തു നോക്കി നമ്മൾ മെച്ചത്തിലാണ്. പണ്ട് നമ്മൾ കെട്ടിയ വാച്ചല്ല ഇപ്പൊ കിട്ടുന്നത്, കുറച്ചുകൂടി മെച്ചുണ്ട്. പണ്ട് നമ്മൾ ഉപയോഗിച്ച ഫോണല്ല, അതിനേക്കാൾ നല്ല ക്വാളിറ്റി ഉള്ള ഫോണാണ്. പണ്ട് നമ്മൾ സൈക്കിൾ സ്കൂട്ടർ ആയിരുന്നു, ഇപ്പൊ നമ്മൾ കാറാണ്. പണ്ട് നമ്മളെ പെരയില് എന്തുണ്ടായിരുന്നു, കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കറണ്ട് ഉണ്ട്, AC ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, 2 ഡോറുള്ള ഫ്രിഡ്ജ് ഉണ്ട്. പണ്ട് ഒരു പെണ്ണിനോട് ചോദിച്ചു പറഞ്ഞു, ഓളെ ഏറ്റവും വലിയ ആഗ്രഹം 2 ഡോറുള്ള ഫ്രിഡ്ജ് അത്രേ. ഞാൻ അന്ന് അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് അറിയണേ. അപ്പൊ ഈ ഐസ് വെക്കാൻ വേറെ ഡോർ ഉണ്ടാവും അത്രേ. ഞാൻ അന്നാ ശ്രദ്ധിക്കണേ അങ്ങനെ ഡോറൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പൊ ഓരോരുത്തരും ആഗ്രഹമാണ്. ഒരു ഡോറുള്ള ഫ്രിഡ്ജിൽ നിന്ന് 2 ഡോറുള്ള ഫ്രിഡ്ജ് ആയില്ലേ, 2 ഡോറുള്ള ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ തുറക്കുന്ന ഫ്രിഡ്ജ് ആയില്ലേ അല്ലേ? ഇതൊക്കെ മെച്ചം തന്നെയല്ലേ? ദീനിന് മാത്രം ഒരു മെച്ചമില്ല, അത് പണ്ടും കുല്ലല്ലാഹു ഇപ്പോഴും കുല്ലല്ലാഹു. അത് മാറണം സഹോദരങ്ങളെ. നമ്മൾ ദീന് മാറണം. ഖുർആൻ നമ്മൾ പഠിക്കണം, ഓതണം. അള്ളാഹുവിന്റെ കലാമാണ്. ഇതിലൂടെ നമുക്ക് പടച്ചവനോട് അടുക്കാൻ പറ്റുള്ളൂ. പടച്ചവനോട് അടുക്കാനുള്ള മാർഗ്ഗം ഈ ഇബാദത്താണ്. ഈ ഇബാദത്തിന് ജീവൻ വരണമെങ്കിൽ എന്താ നിങ്ങൾ അതിൽ ഓതുന്ന ദിക്റും ദുആയും ഈ ഖുർആനും ദുആയൊക്കെ അത് അർത്ഥം മനസ്സിലാക്കണം. അത് മനസ്സിൽ തട്ടണം. അത് ആവശ്യത്തിന്റെ സന്ദർഭത്തിനനുസരിച്ച് മനസ്സിൽ തട്ടി ഉള്ളിൽ നിന്ന് വരുമ്പോഴേ അത് ഇബാദത്താവുള്ളൂ, അത് സ്വീകരിക്കുള്ളൂ പടച്ചോന്. അല്ലാതെ ഇങ്ങനെ വെറുതെ ഉരുവിട്ടുകൊണ്ട് ഒരു ദിക്റും ദുആയൊന്നും പടച്ചോൻ സ്വീകരിക്കൂല. പടച്ചോന് ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പടച്ചോന് ആവശ്യമില്ല. നല്ല ആവശ്യക്കാരനായിക്കൊണ്ട് എന്താ പറയാ അള്ളാഹുവിന്റെ മഹത്വം ഗാംഭീര്യമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പടച്ചോന് മുന്നിൽ വിധേയപ്പെടാനും പടച്ചോനോട് സുജൂദ് ചെയ്യാനും പടച്ചോനോട് ചോദിക്കാന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ചോദിക്കും, നല്ലോണം തരുന്ന ഒരാള്, നമുക്ക് നല്ലോണം തരുന്ന ഒരാളേക്കൊന്ന് നമ്മള് ചോദിച്ചു വാങ്ങാന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു സുഖല്ലേ? നമ്മള് എല്ലാം സംരക്ഷിക്കണ ഒരു പടച്ചോൻ അല്ലെ. വഹ്ഫദ്നി ബിൽ ഇസ്ലാമി ഖായിമൻ അല്ലെ. കഴിഞ്ഞ ദിവസം ഒരു പഠിച്ച ദുആണ്, വഹ്ഫദ്നി ബിൽ ഇസ്ലാമി ഖായിമൻ വഹ്ഫദ്നി ബിൽ ഇസ്ലാമി ഖാഇദൻ വഹ്ഫദ്നി ബിൽ ഇസ്ലാമി റാഖിദൻ എന്നിട്ട് ഒരു പ്രാർത്ഥന ഉണ്ട്, കുറച്ചുകൂടി നീളണ്ടത്. ഇസ്ലാം കൊണ്ട് എന്നെ നീ സംരക്ഷിക്കണെന്ന് പറയുമ്പോൾ നിൽക്കുന്ന നൃത്തത്തിലും ഇരുത്തത്തിലും എന്റെ ഉറക്കത്തിലും എന്ന് പറഞ്ഞാല് 24 മണിക്കൂർ അല്ലെ. ആസ്തിന് മുമ്പിൽ 24 hours into 7 സർവീസ്, 24 മണിക്കൂർ സർവീസാണ്. പടച്ചോനെ എല്ലാ സമയത്തും നമ്മളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാല് അതെന്തറിയോ, അങ്ങനെ സംരക്ഷണത്തിന് നമ്മൾ ആവശ്യക്കാരനാണ് അല്ലെ. ഒരു കണ്ണിന്റെ ഇമ വെട്ടുന്ന നേരം പോലും പടച്ചോനെ എന്റെ കാര്യം എന്നെ നീ ഏൽപ്പിക്കല്ലേ എന്ന് പറയുമ്പോ അതെന്തറിയോ, നമ്മൾ അത്രയും നിസ്സഹായനാണ് അല്ലെ. ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ സംഭവിച്ചു പോയ ആളുകളൊക്കെ നമ്മൾ ഇന്റർവ്യൂ നടത്തുമ്പോഴും കൗൺസിലിംഗ് വരുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ആ ദുർബല നിമിഷത്തിൽ അത് സംഭവിച്ചു പോയി, അന്ന് ഞാൻ എടുത്ത തീരുമാനം അത് തെറ്റായി പോയി, അതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും അനുഭവിച്ചത് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, അതാണ് 24 മണിക്കൂർ നമ്മളെ പടച്ചോനെ ഏറ്റെടുത്തില്ലെങ്കിൽ നമ്മളെ കാര്യം പോക്കന്നെ. അതൊരു അറിവാണ്, അതൊരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് എന്തിലേക്കാണ് നയിക്കേണ്ടത്? അള്ളാഹുവിനെ വരമേൽപ്പിക്കുന്നതിലേക്കും അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്നതിലേക്കും അള്ളാഹുവിന്റെ നല്ലൊരു അടിമയായി മാറുന്നതിലേക്കുമാണ് ഓരോ സംഭവങ്ങളും എന്ത് ചെയ്യേണ്ടത് നമ്മളെ എത്തിക്കേണ്ടത്. അപ്പൊ ആ ഒരു തലത്തിൽ പടച്ചോനെ കാണാനും പടച്ചോനെ അറിയാനും പടച്ചോനോടുള്ള ബന്ധം നിലനിർത്താനും അങ്ങനെ ഓരോ റമദാൻ ഒരു 10 റമദാൻ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കിട്ടിയാല്, ഓരോ റമദാനിന് ശേഷം നമ്മൾ മെച്ചപ്പെട്ടാല് അല്ലെ, നമ്മൾ ചെയ്യണ ഇബാദത്തൊക്കെ ഒന്നുകൂടി റമദാനിന് ശേഷം കൂട്ടി അല്ലെ, ഒന്നുകൂടി നമ്മള് ആ ഖുർആനൊക്കെ ഒന്നുകൂടി നന്നായിട്ട് പഠിച്ചു ഓതി, അങ്ങനെ ഓരോ റമദാൻ കഴിയുമ്പോഴും നമ്മളെ അവസ്ഥ മെച്ചപ്പെടുക ദുനിയാവിന്റെ കാര്യങ്ങള് എത്രത്തിൽ മെച്ചപ്പെട്ടോ അതിനേക്കാളേറെ നമ്മൾ ദീനിന്റെ അവസ്ഥ അറിവ് കൊണ്ടും അമല് കൊണ്ടും ഇൽമു കൊണ്ടും അമല് കൊണ്ടും മെച്ചപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മളെ കൺസേൺ എന്തായിരിക്കണം? ഇതൊക്കെ സ്വീകരിക്കപ്പെടുമോ എന്നുള്ള ഒരു വിശ്വാസിന്റെ ബേജാറുണ്ട് അല്ലെ. ചെയ്ത കർമ്മങ്ങളൊക്കെ സ്വീകരിക്കപ്പെടുമോ എന്നുള്ളത് അത് വലിയ ബേജാറാണ്. ആയിഷ റളിയല്ലാഹുവിനോട് പോലും ആയിഷ നബിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് വിശ്വാസികള് സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്തുമായി ബന്ധപ്പെട്ട് അവരുടെ ഹൃദയങ്ങൾ നടുങ്ങുന്നു പറഞ്ഞപ്പോ ആരുടെ ഹൃദയമാണ് ചെയ്യുന്നത്? അവർ മദ്യപിക്കുന്നവരും അവര് മോഷ്ടിക്കുന്നവരും അവരുടെ ഹൃദയമാണോ നടുങ്ങുക പരലോകത്ത് ചോദിച്ചപ്പം അല്ലാന്നാ പറഞ്ഞത്. അതാണ് ആരുടെ ഹൃദയം എന്നറിയങ്ങള്? വിശ്വാസികളായി നിസ്കരിക്കുന്ന നോമ്പ് നോൽക്കുന്ന ആളുകൾ എന്തിന് അവരുടെ കർമ്മങ്ങൾ നിസ്കാരം നോമ്പൊക്കെ സ്വീകരിക്കപ്പെടുമോ എന്ന പേടി കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു തലത്തിൽ ഇതൊക്കെ ചെയ്താലും ഈ ചെയ്തത് കൊണ്ടല്ല നമ്മൾ നാളെ സ്വർഗത്തിൽ പോണത്, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നമ്മളെ മൂടണോണ്ടാ. എന്തുകൊണ്ടാണ് ആ കാരുണ്യം നമുക്ക് കിട്ടുന്നത്? അത് നമ്മുടെ ഈ മാനസികാവസ്ഥ ഉണ്ട്. ഇത് ചെയ്യാനുള്ള നമ്മുടെ താല്പര്യവും ഈ ദീനിനോട് നമ്മളുടെ താല്പര്യവും നമ്മളെ മെനക്കെടും കണ്ടിട്ടാണ് പടച്ചോൻ
അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നമ്മളെ മൂടുന്നത്. അതുകൊണ്ട് ആ ഒരു നിലപാടാണ് നമ്മൾ നോമ്പിൽ കൈവരിക്കേണ്ടത്. ആ നിലപാട് നോമ്പ് കഴിയുമ്പോൾ എന്ത് ചെയ്യരുത്, അത് വിട്ടുകളയരുത്. അതിനേക്കാൾ ശക്തമായി അടുത്ത നോമ്പ് വരെ അത് നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. توفنا مسلمين وألحقنا بالصالحين. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.